നമസ്കാരം. പത്രിക പിൻവലിക്കാനുള്ള സമയവും കഴിഞ്ഞതോടെ നിലമ്പൂരിലെ മത്സര ചിത്രം പൂർണ്ണമായിരിക്കുകയാണ്. കത്രിക ചിഹ്നത്തിലാണ് PV അൻവർ മത്സരിക്കുന്നത്. അടുത്ത തവണ ആഭ്യന്തരമോ വനമോ തന്ന് മന്ത്രിയാക്കിയാൽ UDF-നെ പിന്തുണയ്ക്കാമെന്ന് അൻവർ പറഞ്ഞു. ഈ നിർദ്ദേശം UDF നേതാക്കൾ പരിഹസിച്ച് തള്ളുകയും ചെയ്തു. ക്ഷേമ പെൻഷന് പിന്നാലെ ദേശീയപാതയും നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് വിഷയമാവുകയാണ്. KC വേണുഗോപാലിനെ ദേശീയപാതയുടെ കാലൻ എന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് വിളിച്ചതിനെ ആദ്യം തള്ളൽ, പിന്നെ വിള്ളൽ, ഇപ്പോൾ തുള്ളൽ എന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പരിഹസിക്കുകയും ചെയ്തു. അങ്ങനെ വിവിധ വിഷയങ്ങൾ ഉയരുന്നു നിലമ്പൂരിന്റെ മണ്ണിൽ. ഈ ചർച്ചയിൽ ശ്രീ V വസീഫ് CPM, ശ്രീ രാജു P നായർ കോൺഗ്രസ്, ശ്രീ ഉല്ലാസ് ബാബു BJP എന്നിവർ. ആദ്യം ശ്രീ V വസീഫ്, ദേശീയപാത പണിയുന്നത് ദേശീയപാത അതോറിറ്റി നിയോഗിച്ചിട്ടുള്ള കരാറുകാരാണെങ്കിലും ദേശീയപാത വലിയ ക്ലെയിമാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശവാദമായി വരുന്നത് ദേശീയപാതയാണ്. അതാണിപ്പോൾ വഴി നീളം ഇടിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും വിമർശനം വരും. ആ വിമർശനത്തോട് കടന്ന് പ്രതികരിക്കേണ്ട കാര്യമുണ്ടോ? ഇന്നിപ്പോൾ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന് ആദ്യം ഈ പാതയുടെ കാര്യത്തിൽ തള്ളലായിരുന്നു, പിന്നെ ദേശീയപാതയിൽ വിള്ളൽ വീണു. അതേക്കുറിച്ച് പറയുമ്പോൾ തുള്ളലാണ് എന്ന് KPCC പ്രസിഡന്റ് പറയുകയാണ്. അഭിലാഷ്, നമ്മളിത് കുറേ ദിവസം ചർച്ച ചെയ്തതാണ്. നമ്മളിതിൽ കാണേണ്ടത്, നമ്മുടെ നാട്ടിൽ നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് ഈ ദേശീയപാതയുടെ പരിപാടി, അതായത് ആ പ്രൊജക്റ്റ് തന്നെ ഉപേക്ഷിച്ചു പോയതാണ്. 2015 കൂടി അത് പൂർണ്ണമായും അവരതെല്ലാം അവസാനിപ്പിച്ച് അത് നിർത്തി. കാരണം ഇത് നടക്കില്ല എന്നുള്ള ബോധ്യം കേന്ദ്ര ഗവൺമെൻറ്റിന് വന്നു. അതിനുശേഷമാണല്ലോ പിണറായി വിജയൻ വരുന്നത്. ഇത് ഈ നാട് അറിയണ്ടേ? ഒരു ദേശീയപാത അല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രൊജക്റ്റുകളൊക്കെ നടപ്പിലാക്കുമ്പോൾ എന്താണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ റോള് എന്ന് അത്യാവശ്യം അറിയുന്നവർക്കൊക്കെ അറിയാലോ. എന്തൊക്കെ പറഞ്ഞാലും KC വേണുഗോപാലിനും ഈ പറയുന്ന KPCC പ്രസിഡന്റിനും ഒന്നും ഇതറിയാത്തതല്ല. അതിൽ ഇടതുപക്ഷം എടുത്തൊരു എഫേർട്ടുണ്ട്. ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും അതിലെടുത്ത ഒരു താല്പര്യവും ഒരു അധ്വാനവും ഉണ്ട്. ഈ നാട്ടിലാകെ നടന്ന് ഇരുവശത്തുമുള്ളവരുടെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ പരിഹരിച്ച് അവർക്ക് അർഹമായ പണം നൽകി അതിന് അഡീഷണലായി ഏകദേശം 5600 കോടിയോളം രൂപ അനുവദിച്ച് അങ്ങനെ ഈ പദ്ധതി വീണ്ടും നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്ന് ഇത് യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പിലാക്കി പോവുകയാണ്. ഈ ഹിന്ദു പത്രം തന്നെ, പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഹിന്ദു പത്രം തന്നെ നേരത്തെ റിപ്പോർട്ട് ചെയ്തത് നമ്മളൊക്കെ വായിച്ചതാണ്. അതിൽ പറഞ്ഞിട്ടുണ്ട്, അവർ പറയുകയാണ്, കർണാടകയിൽ ഒച്ചിന്റെ വേഗതയിലാണെങ്കിൽ കേരളത്തിൽ അതിവേഗതയിലാണ് നാഷണൽ ഹൈവേ നടക്കുന്നത്. ഈ ദേശീയപാത വേഗത്തിൽ പണി കേരളത്തിലെ ഗവൺമെന്റ് നടക്കാതിരിക്കുന്നതൊന്നും അല്ലല്ലോ ഇപ്പോഴത്തെ വിഷയം എന്താണ്? ഈ താങ്കൾ പറയുന്ന അതിവേഗം പണിതുകൊണ്ടിരിക്കുന്ന ദേശീയപാതയിൽ ഗുരുതരമായ നിർമ്മാണ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. പാർലമെന്റിന്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനാണ് KC വേണുഗോപാൽ. PAC ഇതുമായി ബന്ധപ്പെട്ട് ദേശീയപാത അതോറിറ്റിയിൽ നിന്ന് വിശദീകരണം തേടുന്നു. ദേശീയപാത അതോറിറ്റി പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിലാണ് വളരെ പ്രധാനപ്പെട്ട ചില വെളിപ്പെടുത്തലുകൾ നടത്തുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പാതയുടെ ഡിസൈൻ തന്നെ പ്രശ്നങ്ങളുള്ളതാണ് എന്നുള്ളതാണ്. നമുക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. KNR കൺസ്ട്രക്ഷൻസ് പറയുന്നത് ഞങ്ങൾ അവിടെ വയഡക്റ്റ് നിർമ്മിക്കുമെന്നുള്ളതാണ്. അപ്പോൾ വയഡക്റ്റ് നിർമ്മിക്കേണ്ടടുത്ത എംബാങ്ക്മെന്റ് ആണ് ഉണ്ടാക്കിയത്. കേരളത്തിന്റെ മണ്ണിന്റെ സവിശേഷ സാഹചര്യം പഠിക്കാതെയുള്ള, അതിയായ സോയിൽ സ്റ്റഡി നടത്താതെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ വന്നു. പലയിടത്തും കുന്നുകൾ ഇടിഞ്ഞു വീണിട്ടുണ്ട്. സോയിൽ നെറ്റിംഗ് പൂർണ്ണമായ നിലയിൽ നടന്നിട്ടില്ല, അല്ലെങ്കിൽ ശരിയായ രീതിയിൽ നടന്നിട്ടില്ല. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ PAC മുമ്പാകെ ദേശീയപാത അതോറിറ്റി ഈ കരാർ കമ്പനി വരുത്തിയിട്ടുള്ള വീഴ്ചകളും ഈ ഡിസൈൻ തന്നെ പാളിപ്പോയതായും സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, ഇതൊരു സ്വാഭാവിക നടപടിക്രമമല്ലേ? നമ്മുടെ നാട്ടിൽ ഈ നിർമ്മാണം നടന്നാൽ പോരല്ലോ, ശരിയായ നിലയിൽ നടക്കണ്ടേ, ഇടിഞ്ഞു വീഴാതെ നടക്കണ്ടേ? അപ്പോൾ അതിൽ അക്കൗണ്ടബിൾ ആകേണ്ട ആളുകൾ അക്കൗണ്ടബിൾ ആകണം. അതനുസരിച്ച് ദേശീയപാത അതോറിറ്റി PAC-യിൽ ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തി. അതിനെന്താണ് കുഴപ്പം? അതിലിപ്പോ ഈ ബേജാറാവുന്നത് എന്തിനാണ്? ആർക്കാ ബേജാറ്? ഞാൻ അതാ പറഞ്ഞു വന്നത് അഭിലാഷേ. ഇത് വളരെ വേഗതയിൽ പൂർത്തീകരിച്ച് ഇത് കേരളത്തിലെ ജനങ്ങളാകെ ഈ പ്രവർത്തനത്തെ അഭിനന്ദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപകടമുണ്ടായി, ചില പ്രയാസങ്ങൾ ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യം. ആ സമയത്ത് സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുമ്പോൾ നമ്മളാകെ പ്രയാസപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടാവുക. നമ്മളൊക്കെ അതിൻ്റെ ഒരു പ്രയാസമാണ്. കാരണം ഒരു വലിയ വികസന പ്രവർത്തനത്തിൽ ഉണ്ടായ പ്രയാസങ്ങൾ നമ്മളത് മനസ്സിലാക്കും. ആ സമയത്ത് ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയായി, ഇതൊരു സുവർണാവസരമായി എടുക്കുന്ന കാഴ്ചയല്ലേ നമ്മളിപ്പോൾ കണ്ടത്? നേരത്തെ നമ്മുടെ നാട്ടിൽ ഇതേപോലെ ഇതൊരു സുവർണാവസരമാണ് എന്ന് പറഞ്ഞ് നടക്കുന്നത് പോലെ ഇപ്പോൾ അതൊരു സുവർണാവസരമായി, ഇതെന്തോ സംസ്ഥാന ഗവൺമെന്റിന്റെ എന്തോ പാളിച്ചയാണ് എന്ന് വരുത്തി തീർക്കാൻ ബോധപൂർവമായി ശ്രമിക്കുകയും എങ്ങനെയെങ്കിലും ഇത് ഡിലേ ആക്കാനുള്ള, ഇതൊന്ന് വൈകിപ്പിക്കാനുള്ള ഒരു ശ്രമം വ്യാപകമായി നടക്കുന്നുണ്ട്. അതിൻ്റെ ശ്രമമുണ്ട്.
കാരണം ഇത് നടത്തി പൂർത്തീകരിച്ചാൽ അത് ഇടതുപക്ഷത്തിന് അതിൻ്റെ ഒരു ക്രെഡിറ്റ് പോകും, അതിൻ്റെ ഒരു മേന്മ അല്ലെങ്കിൽ അതിൻ്റെ ഒരു അംഗീകാരം ഈ നാട്ടിലെ ജനങ്ങൾ ഇടതുപക്ഷത്തിന് കൊടുക്കും എന്നുള്ളൊരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ വരുന്നത്. നിങ്ങൾ ഈ പറഞ്ഞ ബാക്കി പ്രശ്നങ്ങൾ, ഡിസൈൻ, അതിൻ്റെ നിർമ്മാണത്തിൽ എഞ്ചിനീയറിംഗ് പിഴവുകൾ എല്ലാം അതാരാ നോക്കേണ്ടത്? കേരളത്തിലെ ഗവൺമെന്റിന് അതിൽ എന്തെങ്കിലും പങ്കുണ്ടോ? ഒരു പങ്കുമില്ല. അതിന് എഞ്ചിനീയറിംഗും അതിൻ്റെ കരാറും അവരുടെ കരാറുകാരുമായിട്ടുള്ള മറ്റു കാര്യങ്ങളും ഒക്കെ, അതിൻ്റെ നിർമ്മാണത്തിൻ്റെ ഈ വൈദഗ്ധ്യം ഉൾപ്പെടെ അതെല്ലാം പരിശോധിക്കേണ്ടതിൻ്റെ ക്വാളിറ്റിയൊക്കെ ഉറപ്പുവരുത്തേണ്ടതും ഒക്കെ കേന്ദ്ര ഗവൺമെൻറ്റാണ്, NHAI ആണ്. അവരത് ചെയ്യുകയും അവരോടത് ചെയ്യണമെന്നും ഒക്കെ പറഞ്ഞ് മുഖ്യമന്ത്രിയും നമ്മുടെ ഗവൺമെൻറ്റും ഒക്കെ അതിന് ഇടപെടുന്നുമുണ്ട്. അതിൽ ജനങ്ങളുടെ സുരക്ഷിതത്വം എല്ലാം ഉറപ്പുവരുത്തണം, അത് ആ രീതിയിൽ തന്നെ പോകണം എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിനിടയിൽ കൂടി ഇത് എങ്ങനെയെങ്കിലും ഒന്ന് ഡിലേ ആക്കി കളയാം, ഇതൊന്ന് ബെടക്കാക്കി തനിക്കാക്കാം എന്ന് പറഞ്ഞതുപോലെ ഇതൊന്ന് ബെടക്കായാൽ, ഇതൊന്ന് മോശമായാൽ ഞങ്ങൾക്ക് ഗുണമുണ്ട് എന്ന് കരുതുന്ന തരത്തിൽ ഇടപെടുന്നുണ്ട് കേരളത്തിലെ UDF എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ടാണ് ആ തരത്തിലേക്കുള്ള ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് നമ്മൾ പോകുന്നത്. പിന്നെ ഇവർ പറഞ്ഞു, ഈ KPCC പ്രസിഡന്റ് ഒക്കെ പറയുന്നത് ഈ റീൽസ് ഇടുന്നതും അതിന്റെ ക്രെഡിറ്റ് അവകാശപ്പെടുന്നതും ഒക്കെ തെറ്റാണ് എന്നാ. യഥാർത്ഥത്തിൽ അത് അവകാശപ്പെടണ്ടേ? അഭിലാഷിന് തന്നെ ആത്മാർത്ഥമായി പറയാൻ പറ്റുമോ ഇതിലൊരു പങ്ക്, ഇതിലൊരു ക്രെഡിറ്റ് കേരളത്തിൽ ഇടതുപക്ഷത്തിന് ഇല്ല എന്ന്? ഇതിൽ പൂർണ്ണമായും ഇടതുപക്ഷത്തിന് ഒരു ക്രെഡിറ്റ് ഉണ്ട്. ഈ ഒരു വികസനം, ഇവിടെ മുടങ്ങിപ്പോയ വികസനം തുടരുന്നതിൽ ഇടതുപക്ഷത്തിന് പങ്കുണ്ട്, വലിയ റോളുണ്ട്. എന്നാൽ ഇതിന്റെ സാങ്കേതിക പ്രശ്നങ്ങൾ അത് പരിഹരിക്കുന്നതിന് NHAIയുമായിട്ടാണ് നമ്മൾ ബന്ധപ്പെടേണ്ടത്, അവരാണ് അത് നോക്കേണ്ടത്. എന്നാൽ ഇവിടെ ഈ വികസനം കൊണ്ടുവരുന്നതിന് അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെന്റാ. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം റീൽസ് ഇടുകയും അതിൽ പ്രചരണം നടത്തുകയും ഒക്കെ ചെയ്യുന്നതിൽ ഒരു പ്രയാസമുണ്ട് എന്നാ പറയുന്നത്. ഈ KPCCയുടെ ഇപ്പോഴത്തെ യൂത്ത് കോൺഗ്രസിന്റെ ഒക്കെ നേതാക്കന്മാർ റീൽസിലൂടെ വളർന്നു വന്നവരല്ലേ? റീൽസ് ഇല്ലെങ്കിൽ, സോഷ്യൽ മീഡിയ ഇല്ലെങ്കിൽ, ചില മാധ്യമങ്ങൾ ഇല്ലെങ്കിൽ ഇവരൊക്കെ ഉണ്ടോ ഇന്ന് കേരളത്തിൽ? ഇവരെ ജനങ്ങൾ അറിയോ ഇന്ന് കേരളത്തിൽ? ഞങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ റീൽസിലൂടെയും മറ്റും ജനങ്ങളെ കാണിക്കാൻ ശ്രമിക്കുന്നതിന് എന്തിനാ ഇവർക്ക് ഇത്ര അസ്വസ്ഥമാകേണ്ടത്? ആ പ്രയാസമാണ് അവരിങ്ങനെ കാണിക്കുന്നത്. ശരി. ശ്രീ രാജു പി നായർ, ദേശീയപാത 66ന്റെ നിർമ്മാണം വരുന്ന ഡിസംബറിൽ പൂർത്തിയാകുമെന്നാണ് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയനെ അറിയിച്ചിട്ടുള്ളത്. ദേശീയപാത വരിക എന്നുള്ളത് എല്ലാ മലയാളികളുടെയും ആവശ്യമാണല്ലോ. നല്ല റോഡിലൂടെ തെക്ക് വടക്ക് യാത്ര ചെയ്യുക എന്നുള്ളത് എല്ലാവരും കാത്തിരിക്കുന്ന കാര്യവുമാണ്. ആര് ഭരിക്കുന്നു എന്നുള്ളത് അക്കാര്യത്തിൽ വിഷയമല്ലതാനും. അങ്ങനെ ഇരിക്കെ അതൊരു ബുദ്ധിമുട്ടാണ് എന്ന് UDFന് തോന്നുന്നുണ്ടോ? 2026 മുമ്പ് ദേശീയപാത പൂർത്തിയാവാൻ പാടില്ല എന്നെന്തെങ്കിലും താല്പര്യമുണ്ടോ? ദേശീയപാതയുടെ കാലനാണ് KC വേണുഗോപാൽ എന്നാണ് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞത്. അല്ല, അത് കാലന്മാരെ കണ്ട് ശീലിച്ചവർക്കായിരിക്കും അത്തരത്തിൽ തോന്നുക. കാരണം സ്ഥിരമായിട്ട് കാലന്മാരെ കാണുകയാണല്ലോ. ഈ നാടിൻ്റെ മുഴുവൻ കാലനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. വന്യമൃഗ ജനങ്ങളുടെ ജീവനെടുക്കുമ്പോൾ മനുഷ്യന്, കർഷക തൊഴിലാളികൾ മറ്റു മാർഗമില്ലാതെ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ, ലഹരി മാഫിയ പിടിമുറുക്കി ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യരെ കൊലപാതകത്തിലേക്ക് അയക്കുമ്പോൾ, പോലീസ് തന്നെ ജാമ്യത്തിലിറങ്ങി വരുന്ന കൊലയാളികൾക്ക് യഥേഷ്ടം സഞ്ചരിച്ച് മനുഷ്യരുടെ ജീവനെടുക്കാൻ സാഹചര്യം ഉണ്ടാകുമ്പോൾ, വാഹനത്തിലെ നിരത്തുകൾ മുഴുവൻ യാതൊരു സംവിധാനവുമില്ലാതെ ജനങ്ങളുടെ ജീവനെടുക്കുമ്പോൾ ചിലപ്പോൾ കാലനെ കാണുന്നവർക്ക് അങ്ങനെ തോന്നിയിരിക്കാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ദേശീയപാത ജനങ്ങളുടെ കാലനാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. ദേശീയപാത ജനങ്ങളുടെ കാലനാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. കാരണം ഇന്ന് ആ കൂരിയാടുണ്ടായ അപകടത്തിൻ്റെ സമയത്ത് ഒരു പക്ഷേ അത് പിന്നീട് റോഡ് കൊടുക്കുന്ന സമയത്ത്, തുറന്നു കൊടുക്കുന്ന സമയത്താണെങ്കിൽ എത്ര മനുഷ്യരവിടെ മരിക്കുമായിരുന്നു ഇല്ലേ? അപ്പം യഥാർത്ഥ കാലനെ തിരിച്ചറിയാൻ പറ്റാത്ത മുഹമ്മദ് റിയാസിനെയാണ് നമ്മൾ കാണുന്നത്. പിന്നെ വസീഫ് ഇവിടെ പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ എന്നെ തന്നെ ഒന്ന് പിച്ച് നോക്കുകയായിരുന്നു. കാരണം എത്രമാത്രം ഒരു ഉദാരതയോടുകൂടിയാണ് സംസാരിക്കുന്നത്. ആ പാലാരിവട്ടം പാലത്തിൽ പണി പൂർത്തിയാക്കിയത് ഇവരാണ്. എന്നിട്ട് ആ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ 2 ഗർഡർ തമ്മിലുള്ള യോജിപ്പിക്കുന്ന പുതിയ ഒരു സംവിധാനം, അതിന് ചെറിയ പിഴവുണ്ട് എന്നുള്ളത് കൊണ്ടല്ലേ ആ പാലാരിവട്ടം പാലം പൊളിക്കണം എന്നുള്ളൊരു ഇത് വന്നത്. അന്ന് പൊളിക്കാൻ പോകുമ്പോൾ കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ഉൾപ്പെടെ ഹൈക്കോടതിയിൽ പോയിരുന്നു ഇല്ലേ? ഭാരപരിശോധന നടത്താൻ വേണ്ടി പറഞ്ഞിരുന്നു. ആ ഭാരപരിശോധന പോലും നടത്താൻ സർക്കാർ തയ്യാറാവാതെ ആ പാലാരിവട്ടം പാലം പൊളിച്ചത് ഇബ്രാഹിം കുഞ്ഞെന്ന് പറയുന്ന ഒരാളെ വിജിലൻസ് കേസിൽ പ്രതിയാക്കാൻ വേണ്ടിയിട്ടാണ്. കോടതി ഇല്ലായിരുന്നെങ്കിൽ അദ്ദേഹം ജയിലിൽ പോയാണ്. ഒരു മുൻ മന്ത്രി ജയിലിൽ പോയി. എന്തിനായിരുന്നു?
പാലാരിവട്ടം പാലത്തെ 2 ഗർഡറുകൾ തമ്മിൽ യോജിപ്പിക്കുന്നിടത്ത് പുതിയ വിദേശ ടെക്നോളജി ഉപയോഗിച്ച് ഒരു പിഴവ് സംഭവിച്ചു. എന്തേ വസീഫിനും DYFIക്കും CPM-നൊന്നും അന്ന് ഈ ഉദാരമനസ്കത ഇല്ലാതെ പോയത്? അത് കോൺഗ്രസും മുസ്ലിം ലീഗ് ആയതുകൊണ്ടാണോ? ഇപ്പൊ ഉദാരമനസ്കത ഉണ്ടാവുന്നത് ഈ രാജ്യത്ത് നരേന്ദ്രമോദിയുടെ ഭരണം. അവിടെ ഒരു പ്രശ്നമുള്ളത് ശ്രീ രാജു പി നായർ, പാലാരിവട്ടം പാലം പണിതത് കേരളമാണ്. റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷന്റെ നേതൃത്വത്തിലാണല്ലോ. കേരളം തന്നെ അങ്ങോട്ട് ഞങ്ങൾ ഇത് പണിതോളാം, ദേശീയപാത സ്ട്രെച്ചിലെ ഈ പാലം ഞങ്ങൾ പണിതോളാം എന്ന് പറഞ്ഞ് പണിത പാലമാണല്ലോ. ഇപ്പൊ ഈ ദേശീയപാത ഇപ്പൊ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ഇടിഞ്ഞു വീഴുന്നതും ഇടിഞ്ഞു വീഴാത്തതും ഒക്കെ പണിതുകൊണ്ടിരിക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്, സംസ്ഥാന സർക്കാരല്ല. അംഗീകരിക്കുന്നു. പക്ഷേ സംസ്ഥാന സർക്കാരിന് തങ്ങളുടെ ഇതിനകത്തുണ്ടായ ഈ ഒരു പ്രശ്നത്തിൽ കേന്ദ്ര സർക്കാരിനോട് ഇത് സംബന്ധിച്ച് കൃത്യമായ ഒരു അന്വേഷണം ഇതിൻ്റെ അഴിമതിയുടെ കാര്യത്തിൽ ഉണ്ടാവണം എന്ന് പറയാമല്ലോ. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്നുവരെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കേന്ദ്ര സർക്കാരിനോട് ഇതിനെ സംബന്ധിച്ച് അന്വേഷണം വേണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? എന്താ CPM-നും പിണറായി വിജയനും അങ്ങനെ ഒരു പരാതി പോലും ഇല്ലാതെയായി പോയത്? നോക്കൂ, അഴിയൂർ ഉള്ള സ്ട്രെച്ച് ആർക്കാ? അദാനിക്കാ കിട്ടിയത്. 1838 കോടി രൂപയ്ക്ക് അദാനിക്ക് കിട്ടിയ കരാർ പൂർണ്ണമായിട്ട് 971 കോടിയുടെ കരാറിന് ഉപകരാർ കൊടുത്തു, ഇല്ലേ? ഈ സർക്കാരിൻ്റെ പാർട്ട്ണർ ആയതുകൊണ്ടാണോ അവിടെ ആ ഏകദേശം 100% മേൽ ലാഭം കൊയ്ത അദാനിക്കെതിരെ അല്ലെങ്കിൽ ആ അദാനി എടുത്ത കരാറിനെതിരെ ഒരു അന്വേഷണം നടത്തണം, അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് സംസ്ഥാന സർക്കാരിന് പരാതിയില്ലാത്തത്? അദാനി പാർട്ട്ണർ ആയതുകൊണ്ടാണോ? എന്തുകൊണ്ടാണ് BJPയോട് ഇത്ര വലിയ ഉദാരമനസ്കത? എന്താണ്? അതാണ് മനസ്സിലാവാത്തത്. NHAI ആണ് ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വമെന്ന് ഇപ്പോൾ അതിന് ബോധ്യം മുതൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കാരണം അത് തങ്ങളുടെ അല്ല, പൂർണ്ണമായിട്ട് ഇത് വന്നത് NHAIയുടെ ആണ്. അപ്പോൾ അങ്ങനെ പൂർണ്ണമായിട്ട് NHAI വരുമ്പോൾ സ്ഥലമേറ്റെടുത്തെടുത്തത് റവന്യൂ വകുപ്പാണ്, അല്ലേ? സ്ഥലമേറ്റെടുത്ത റവന്യൂ വകുപ്പാണ്. ഇന്ന് കാലനെ അന്വേഷണം നടക്കുന്ന മുഹമ്മദ് റിയാസിന് അവിടെ എന്താണ് പണി? മേസ്തിരി പണി ആയിരുന്നോ എന്നുള്ളൊരു ചോദ്യം വരും. ഒരു ചോദ്യം അവിടെ വരും, ഇല്ലേ? അപ്പം മേസ്തിരി പണിയായിരുന്ന റിയാസ് അവിടെ കയറിയിട്ട് റീൽസ് ഇടുന്നു. ഞങ്ങൾക്ക് റീൽസ് ഇടുന്നൊന്നുമല്ല പ്രശ്നം, ഞങ്ങളുടെ നേതാക്കന്മാർ റീൽസ് ഇട്ടവരൊന്നുമല്ല. റീൽസ് ഇട്ട് കിടന്നവരെയൊക്കെ പാലക്കാട് കൊണ്ടുവന്നല്ലോ. അങ്ങനെ പാലക്കാട് റീൽസ് ഇട്ട് കൊണ്ടുവന്നപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞു റീൽസ് ഇടുന്നവർക്ക് താഴെ ബന്ധമില്ലാത്തവരാണെന്ന്. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ റീൽസ് ഇട്ട് നടക്കുന്നവനല്ലാത്തതുകൊണ്ടാണ് അവിടെ നിങ്ങൾ റീൽസ് ഇട്ടവരെ കൊണ്ടുവന്നത് 3ാം സ്ഥാനത്ത് പോയതും മിന്നുന്ന വിജയം അവിടെ കിട്ടിയത്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചോളം റീൽസ് ഇടുന്നതല്ല പ്രശ്നം. പക്ഷേ ഈ അവകാശമില്ലാത്തതിന് പോയി അവകാശം ഏറ്റെടുക്കാൻ വ്യഗ്രത കാണിക്കുകയും ഈ നാട്ടിൽ മുഴുവൻ ഒന്ന് ആലോചിച്ച് നോക്കാം അഭിലാഷേ, മുഖ്യമന്ത്രി അല്ലെങ്കിൽ പൊതുമരാമത്ത് മന്ത്രി മലബാർ മേഖലയിലേക്ക് കടന്നാൽ അപ്പം തന്നെ വാർത്തയല്ലേ, നേരത്തെ 1.5 മണിക്കൂർ യാത്ര എടുത്ത് 20 മിനിറ്റ് കൊണ്ടെത്തി പിണറായി വിജയന്റെ നേട്ടം, ഇല്ലേ? പിണറായി വിജയൻ പോലും പ്രസംഗിക്കുമ്പോൾ പറയുന്നു, പിണറായി വിജയന്റെ നേട്ടമായിട്ട് പറയുന്നു, അത് വീഡിയോ എടുത്ത് ആ വാഹനം വ്യൂഹം പോകുന്ന ഉൾപ്പെടെ മാർക്കറ്റ് ചെയ്ത് നടന്നിരുന്നവർക്ക് ഇന്ന് ദേശീയപാത ഈ എവിടെയാ 100-ന് മേൽ സ്ഥലങ്ങളിൽ വിള്ളലും എല്ലാം ഉണ്ടായപ്പോ ഈ തള്ളൽ നിർത്തിയല്ലോ. ഒരാൾക്കും ഇപ്പൊ ഉത്തരവാദിത്തം വേണ്ടല്ലോ. നമ്മളൊക്കെ തന്നെ ദേശീയപാതയെ സംബന്ധിച്ച് എത്ര പ്രാവശ്യം ചർച്ച നടത്തിയിട്ടുണ്ട് അഭിലാഷ്? ഈ CPM-കാർ എന്ത് വലിയ ഒരു ആവേശത്തിലാണ് ആ ദേശീയപാതയെ കുറിച്ച് പറഞ്ഞത്, വികസന മുടക്കികളായിട്ട് CPM കോൺഗ്രസ്സുകാരെ കുറിച്ച് പറഞ്ഞത്. ഭൂമി ഏറ്റെടുക്കൽ പോലും നിർത്തിവെച്ചത് VS അച്യുതാനന്ദനാണ്. ഭൂമി ഏറ്റെടുക്കൽ നിർത്തിവെച്ചത് VS അച്യുതാനന്ദൻ ഗവൺമെന്റാണ് 2010, ഇല്ലേ? 2010 ഭൂമി ഏറ്റെടുക്കൽ നിർത്തിവെച്ചതാരാ? VS അച്യുതാനന്ദൻ ഗവൺമെന്റ്. നടന്നു. ഞങ്ങൾ അതിനകത്ത് ഉണ്ടായിരുന്നു. ഞങ്ങൾ മാന്യമായ സമീപനം എടുക്കുന്നുണ്ടല്ലോ. സർവകക്ഷി യോഗത്തിൽ ഞങ്ങളും ആ നിലപാട് പറഞ്ഞിട്ടുണ്ടെന്ന് മാന്യമായ സമീപനം നടക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാ CPM-ന് വന്നിട്ട് പച്ചക്കള്ളം പറയുന്നത്? ആർക്കാണ് അപ്പൊ അവകാശവാദം തെറ്റായിട്ട് ഏറ്റെടുക്കേണ്ടത്? ഞാൻ ഉൾപ്പെടെ ചർച്ചയിൽ പറയുന്നുണ്ട്, ഞങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്ന സർവകക്ഷി യോഗം 30 മീറ്ററിലേക്ക് ചുരുക്കണമെന്ന് ആവശ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ VS അച്യുതാനന്ദൻ സർക്കാർ ഭൂമി ഏറ്റെടുക്കൽ നിർത്തിവെച്ചു. എന്തുകൊണ്ടാ ഇവരപ്പോഴും കള്ളം പറയുന്നത്? 30 മീറ്റർ എന്ന് CPM ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ 45 മീറ്റർ എന്നാണ് പറഞ്ഞിരുന്നത്. കള്ളം പറയുന്നത് എന്താ? അപ്പോൾ ദേശീയപാതയുടെ ചരിത്രത്തിലേക്ക് പോയാൽ UPA ഗവൺമെന്റ് എത്ര വേണമെങ്കിൽ പണം കൊടുത്ത് അത് പൂർത്തിയാക്കാൻ നിൽക്കുമ്പോൾ കേരളത്തിന്റെ പൊതുമനസ്സും കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുടെ അഭിപ്രായം ഉൾപ്പെടെ അന്നത്തെ CPM-ന്റെ സർക്കാർ അന്ന് ആ ഭൂമി ഏറ്റെടുക്കൽ നടപടി നിർത്തിവെച്ചു.
പിന്നീട് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വന്നപ്പോഴാണ് ആ 45 മീറ്റർ വെച്ചുകൊണ്ട് മാത്രമേ നടത്താൻ സാധിക്കുള്ള നിലപാടെടുത്തു. കേന്ദ്രം നിലപാടെടുത്തപ്പോൾ അത് അംഗീകരിക്കാതെ തരമില്ല എന്നുള്ള നിലപാടാണ് ഞങ്ങൾ എടുത്തത്. അത് ഞങ്ങൾ എടുത്തു കഴിഞ്ഞപ്പോൾ ആ 45 മീറ്ററിനെതിരെ സമരം ചെയ്തതിൽ ഏറ്റവും മുന്നിലുണ്ടായിരുന്ന CPM-കാരല്ലേ? പ്രാദേശിക തലത്തിലാണ്. അന്നത്തെ സർവകക്ഷി യോഗത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ തന്നെ 45 മീറ്റർ ആകണം ദേശീയപാത എന്നുള്ളതല്ലേ നിലപാടെടുത്തിട്ടുള്ളത്. അതൊക്കെ അറിയാവുന്ന വസ്തുതയല്ലേ? CPM 30 മീറ്റർ മതി, 45 മീറ്റർ ആണെങ്കിൽ ഞങ്ങൾ സമരം ചെയ്യും നിലപാടെടുത്തോ? ഇല്ലല്ലോ. ഉണ്ടായിരുന്നു. അത് അങ്ങനത്തെ നിലപാടാണ്. CPM സകല സ്ഥലത്തും പോയിട്ട് 30 മീറ്റർ ആക്കിയിട്ട് സമരം ചെയ്യുന്നു. നേരത്തെ നോക്കൂ, ഗെയിൽ സമരം എന്താ? ഞങ്ങൾ പൂർത്തിയാക്കി. P. രാജീവ് അല്ലേ ഈ മലപ്പുറത്ത് വന്നിട്ട് ഭൂമിക്കടിയിൽ കിഴിച്ചുവിട്ട ബോംബാണ് എന്ന് പറയുന്നത്? ഇവര് ഇരട്ടത്താപ്പാണ്. വിഴിഞ്ഞത്ത് ഉദ്ഘാടന വേദിയിൽ രാജീവ് ചന്ദ്രശേഖരൻ ഇരുത്തും, എന്നിട്ട് താഴത്തിരുന്ന് മുഹമ്മദ് റിയാസ് രാജീവ് ചന്ദ്രശേഖരെ കുറ്റപ്പെടുത്തും. ഈ രണ്ട് മുഖമാണ് ഇവർക്കുള്ളത്. ആ രണ്ട് മുഖമാണ് തെളിഞ്ഞു വരുന്നത്. ശരി, ഇവിടെ ശ്രീ ഉല്ലാസ് ബാബു, ഇപ്പോൾ ദേശീയപാതയുടെ ക്രെഡിറ്റ് ആർക്ക് എന്നുള്ളതിനപ്പുറത്ത് ജനങ്ങൾക്ക് അറിയേണ്ടത് ദേശീയപാത എപ്പോൾ തീരും എന്നുള്ളതാണ്. ഡിസംബറിൽ തീരുമെന്ന് നിതിൻ ഗഡ്കരി പറയുന്നു. ഡിസംബറിൽ തീരില്ല എന്ന് നമുക്കറിയാം. കാരണം ഇപ്പോൾ എറണാകുളം മുതൽ തിരുവനന്തപുരം വരെയുള്ള ഭാഗങ്ങൾ എടുത്താൽ 35-40% പണിയാണ് പരമാവധി പൂർത്തീകരിച്ചിട്ടുള്ളത്. പലയിടത്തും പണി ഇഴഞ്ഞു നീങ്ങുകയാണ്. നമുക്കറിയാം മലബാറിലുള്ള വിവിധ ജില്ലകളിലാണ് പണി മുമ്പോട്ട് പോയിട്ടുള്ളത്. പക്ഷേ പലയിടത്തും കാസർഗോഡ് മുതൽ മലപ്പുറം വരെ വിവിധ ഇടങ്ങളിൽ വിവിധ തരങ്ങളിലുള്ള അപകട സാധ്യതകൾ വിദഗ്ധർ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോയിൽ നെയിലിംഗ് പിഴച്ചതുകൊണ്ട് കൂടുതൽ മണ്ണിടിച്ചിലുകൾ ഉണ്ടാകാം. മഴക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ, കൂടുതൽ മണ്ണിടിച്ചിൽ ഉണ്ടാകാമെന്ന് ഈ രംഗത്തുള്ള വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഈ ഡിസംബർ എന്ന് പറയുന്നത് ഡേറ്റ് നടക്കില്ല എന്ന് നമുക്കും അറിയാം. ഇതൊക്കെ ആരെ പറ്റിക്കാനാണ് എന്നുള്ള വേറൊരു പ്രശ്നവുമുണ്ട്. ഈ ഡിസൈൻ പിഴച്ചു, കരാർ നൽകിയതിൽ പിഴച്ചു, ഉപകരാർ നൽകിയതിലുള്ള പ്രശ്നങ്ങൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തന്നെ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ ഇതിലൊരു സ്കാമും കൂടെ ഉണ്ട് എന്നുള്ളത് അംഗീകരിക്കേണ്ടി വരും. പറഞ്ഞോളൂ അഭിലാഷേ. നമ്മൾ ഒരു കാര്യം സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അത് കേന്ദ്രത്തിൻ്റെ ആയാലും സംസ്ഥാനത്തിൻ്റെ ആയാലും BJP, കോൺഗ്രസ്, CPM എന്നതിനേക്കാളൊക്കെ ഉപരി നാഷണൽ ഹൈവേ എന്ന് പറയപ്പെടുന്ന വികസനം എന്ന് പറയപ്പെടുന്ന പൊതുസമൂഹത്തിന് വേണ്ടി ചെയ്യുന്നൊരു കാര്യമാണ്. സ്വാഭാവികമായിട്ട് അത് പരിപൂർണമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യേണ്ട വിഷയവുമാണ്. അവിടെ കാലാവസ്ഥ തുടങ്ങിയ സമയത്തുണ്ടായിട്ടുള്ള പ്രയാസങ്ങൾ പരിപൂർണമായിട്ട് പരിഹരിക്കപ്പെടേണ്ടതും ഒപ്പം തന്നെ അതിൻ്റെ പുറകിൽ കൃത്യമായിട്ടുള്ള കൃത്യവിലോപങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ട് എങ്കിൽ, അവരുടെ കൃത്യം നടപ്പിലാക്കുന്നതിൽ അവർ തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് പരിപൂർണമായി അന്വേഷിച്ച് നടപടികളെടുത്ത് ആ കമ്പനികളാണ് എങ്കിൽ ആ കമ്പനിക്കെതിരെ കൃത്യമായി നടപടിയെടുത്ത് പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. ഞങ്ങൾ അന്നും പറഞ്ഞിരുന്നു, നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പരിപാടി തന്നെയാണ്, കേന്ദ്ര സർക്കാരിൻ്റെ മേൽനോട്ടത്തിൽ നടത്തേണ്ട പരിപാടിയാണ്. സ്വാഭാവികമായിട്ട് സംസ്ഥാന സർക്കാരും അതിനകത്ത് സ്ഥലം ഏറ്റെടുക്കുന്നത് പോലെ ഉള്ള കാര്യങ്ങൾ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. റവന്യൂ പരമായിട്ടുള്ള കാര്യങ്ങൾ ഇത്യാദി കാര്യങ്ങൾ ചെയ്തു. ഞങ്ങൾ അതിൻ്റെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ ആ കമ്പനികളും അതേപോലെ നാഷണൽ ഹൈവേ അതോറിറ്റിയും ഒക്കെ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് ആ കമ്പനികൾക്കെതിരെ നടപടികൾ തുടരുന്നതും മറ്റുള്ള കാര്യങ്ങളും. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഇതിൻ്റെ തുടക്കം ഇപ്പോൾ കണ്ണൂരിനകത്ത് തളിപ്പറമ്പ് NH DPR 1 അങ്ങാടിയിലൂടെയായിരുന്നു ആദ്യം പോയിരുന്നത്. ആ സമയത്ത് കച്ചവടക്കാർക്കും അങ്ങാടിക്കാർക്കും വലിയ നഷ്ടമുണ്ടാകുമെന്ന് പറഞ്ഞിട്ടാണ് DPR 1 അവിടെ മാറ്റിവെക്കുന്നത്. DPR 2 ഉണ്ടായിരുന്നത് എന്താണ്? 82 വീടുകൾ നഷ്ടപ്പെടുമെന്ന് പറഞ്ഞിട്ടാണ് ആ DPR 2 മാറ്റിവെക്കുന്നത്. DPR 3 കീഴാറ്റൂർ വയലിലൂടെ കൊണ്ടുപോയി മലമുട്ടിക്കുന്ന രീതിയിലാക്കി ഒരു സംവിധാനം ഉണ്ടാക്കുന്നത്. ആ സമയത്തും കൃത്യമായിട്ട് അതിൻ്റെ പാരലായിട്ട് DPR 4 വെച്ചിരുന്നു. ഇപ്പോഴത്തെ പ്ലാനിൻ്റെ തൊട്ട് പടിഞ്ഞാറ് ഭാഗമായിട്ട് ഉള്ള ഒരു DPR, അതിനകത്ത് ഒരു പുഴയ്ക്ക് മേലെയുള്ള പാലം ഉണ്ടാക്കണം എന്നുള്ളതാണ് അതിൽ അഡീഷണൽ ആയിട്ടൊരു കാര്യമുണ്ടായിരുന്നത്. അന്ന് സർക്കാരും CPM വാശി പിടിച്ചതാണ് കീഴാറ്റൂരിലൂടെ തന്നെ മുന്നോട്ട് പോകണം, വയലിൻ്റെ നടുക്കൂടെ തന്നെ മുന്നോട്ട് പോകണം. അപ്പോൾ ഈ ഡീപ്പ് കർവ് അടക്കമുള്ള അതേപോലെ തന്നെ വലിയ കയറ്റവും വലിയ ഇറക്കങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കണം എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ രീതി. പക്ഷേ DPR എടുക്കുന്ന സമയത്ത് ഈ 1ഉം 2ഉം 3ഉം ഒക്കെ നിങ്ങൾക്കറിയാം, സർക്കാരിൻ്റെ കയ്യിൽ രേഖയുണ്ടാകുമല്ലോ. ആ രേഖ തുടരുമ്പോൾ ഇതിനകത്തൊക്കെ തുടക്കത്തിൻ്റെ സമയത്ത് പോലും ഈ വക ഇടപെടലുകളും പ്രയാസങ്ങളും സ്വാഭാവികമായിട്ട് ഉണ്ടാകുമ്പോൾ അതും കൂടി നമ്മൾ പരിശോധിക്കപ്പെടണം. എന്നാൽ ഇത് വന്ന നഷ്ടങ്ങളോ അല്ലെങ്കിൽ വന്ന പ്രയാസങ്ങളൊന്നും ഒഴിഞ്ഞോടി പോകുന്നില്ല. പിന്നെ ഇതിനകത്തൊരു ചോദ്യമുള്ളത്, രാജ്യത്തിനോ ജനങ്ങൾക്കോ രാജ്യത്തിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾക്കോ സർക്കാരിൻ്റെ സാമ്പത്തികത്തിനോ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. 2 സമയനഷ്ടം അഭിലാഷ് ജി ചൂണ്ടിക്കാണിച്ച പോലെ, 3 ജീവഹാനി പോലെയുള്ള
വലിയ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത്. ആദ്യത്തെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഈ സർക്കാർ ഒരു കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗമായിട്ട് ഒരു ടെൻഡർ എടുക്കുന്ന സമയത്ത് അതിൻ്റെ 40% ആദ്യം സ്വാഭാവികമായിട്ട് L1 കൊടുത്തിട്ടുണ്ട്. ആ കൊടുക്കുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ബാങ്ക് ഗ്യാരണ്ടി ആ കമ്പനിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടാണ് അത് റിലീസ് ചെയ്യുന്നത്. അതിനുശേഷമുള്ള 60% പൈസ കംപ്ലീഷന് ശേഷവും അത് കഴിഞ്ഞാൽ 5 ഇയർ ഗ്യാരണ്ടി പീരീഡും വെച്ചുകൊണ്ട് തന്നെയാണ് ആ കംപ്ലീഷന് ശേഷം തന്നെ ടോൾ അടക്കമുള്ള സംവിധാനങ്ങൾ തുടങ്ങിയാൽ അവർക്ക് പിരിച്ചെടുക്കാം എന്നുള്ള വ്യവസ്ഥയിലാണല്ലോ ഇത് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് കേന്ദ്ര സർക്കാരിന് അവിടെ ഒരു സാമ്പത്തിക നഷ്ടങ്ങൾ സർക്കാരിനോ ജനങ്ങളുടെ പൈസയ്ക്കോ വന്നിട്ടില്ല എന്നുള്ളത്. ഒപ്പം തന്നെ സമയനഷ്ടം അത് കൃത്യമായിട്ട് അഭിലാഷ് ചൂണ്ടിക്കാണിച്ച പോലെ സമയനഷ്ടമില്ലാതെ ഈ കമ്പനികളെ കൊണ്ട് തന്നെ കൃത്യമായിട്ട് മാറ്റേണ്ടടുത്ത് മാറ്റി മാറ്റം വരുത്തേണ്ടടുത്ത് മാറ്റം വരുത്തി അതിനകത്ത് പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ പ്രയാസം പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. ഉണ്ടാക്കുന്നത് കമ്പനി തന്നെയാണ്, ആ കമ്പനി തന്നെ വയഡക്ട് ഉണ്ടാക്കും. ശരി, സമ്മതിച്ചു. പക്ഷേ നോക്കൂ, ഇവിടെ ഇപ്പോൾ ഒരിടത്ത് പൊളിഞ്ഞു വീണു, ഇനി എന്തൊക്കെ പൊളിയാനിരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. വിദഗ്ധർ പറയുന്നത് എന്താണ്? കേരളത്തിലെ മണ്ണിന്റെ സവിശേഷത മനസ്സിലാക്കാതെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു. പലയിടത്തും കുന്ന് ഇടിച്ച രീതി പ്രശ്നമാണ്. ശാസ്ത്രീയമല്ലാത്ത വിധത്തിൽ കുന്നുകൾ നെടുകെ പിളർന്നുള്ള നിർമ്മാണ പ്രവർത്തനം, സോയിൽ നെയിലിംഗ് പൂർണ്ണമായും ശരിയായ നിലയ്ക്ക് നടത്താത്തത് ഒക്കെ പ്രശ്നമാണ്. ഇപ്പോൾ ഈ വയഡക്റ്റ് സ്വന്തം ചെലവിൽ KNR കൺസ്ട്രക്ഷൻ ഉണ്ടാക്കി കൊടുക്കുന്നു, അതുകൊണ്ട് സർക്കാരിന് വേറെ പൈസ ചെലവൊന്നും ഇല്ലെന്ന് താങ്കൾ പറയുന്നു. ബാക്കിയുള്ള ഭാഗം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഹൈവേയുടെ സുരക്ഷിതത്വം എന്നുള്ള വലിയ പ്രശ്നം അവിടെ ബാക്കി നിൽക്കുകയാണ്. ഇപ്പോൾ ഒരു ഭാഗത്ത് പുനർനിർമ്മിച്ചതുകൊണ്ട് അത് തീർന്നില്ല. അഭിലാഷ് KNR ആണെങ്കിലും മേഘയാണെങ്കിലും അദാനിയാണ് എങ്കിലും ഇതേ കമ്പനികൾ ഇപ്പോൾ TVM തിരുവനന്തപുരം സെക്ടറിലെ തന്നെ 2-3 റോഡുകൾ ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തപ്പെട്ടതിലും ഈ ആളുകൾ പണിതിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. നേരത്തെ രാജു പി നായർ പറഞ്ഞൊരു കാര്യം, 2 ഗഡ്ജർ തമ്മിൽ കൂട്ടി കണക്ട് ചെയ്യുന്ന ഒരു ടെക്നോളജി, അത് സ്വാഭാവികമായിട്ട് ജർമ്മൻ ടെക്നോളജി എന്ന് പറഞ്ഞിട്ട് അന്ന് കൊണ്ടൊരു പരിപാടിയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതാത് കമ്പനികളാണ് ഓരോ സമയത്ത് ഏതൊക്കെ ടെക്നോളജി യൂസ് ചെയ്യണം എന്നുള്ളതിൻ്റെ തീരുമാനമെടുക്കുകയും അതിനനുസരിച്ച് ടെൻഡർ വെക്കുകയും ചെയ്യുക. അവിടെ സർക്കാരിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ നാഷണൽ ഹൈവേ അതോറിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇത്ര ടാർ വേണം, ഇത്ര കോൺക്രീറ്റ് വേണം, ഇത്ര രീതി വേണം, ഇത്ര ലൈനിങ് വേണം, ഈ കാര്യങ്ങളാണ് അവരുടെ പൊതു ശൈലിയിലുണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരൊരു പുതിയ ടെക്നോളജി ആണെങ്കിലും അവരുടെ രീതിയിൽ പണി കഴിച്ചു പോകുന്ന സമയത്ത് ഇതുപോലെ പ്രയാസം ഉണ്ടാകുമ്പോൾ ആ കമ്പനി തന്നെ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പരിപൂർണമായി മാറ്റിയെടുത്ത് അത് ജനങ്ങൾക്ക് കൃത്യമായിട്ട് പ്രയാസങ്ങൾ ഉണ്ടാവാത്ത രീതിയിൽ യാതൊരുവിധ തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്ത് തീർത്തു കൊടുക്കേണ്ട ഉത്തരവാദിത്തം ആ കമ്പനിക്കുണ്ട് എന്നുള്ള കാര്യവും കൃത്യമാക്കണം. ഇവിടുത്തെ PWD ടീമുകളെ ടീമുകളാക്കി മാറ്റി കൊണ്ട് അവരെന്നും കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരം പരിശോധിക്കപ്പെടുന്നു എന്നാണ് പറഞ്ഞത്. ഏതെങ്കിലും ഒരു PWD ടീം ഇതിൻ്റെ സോയിൽ ടെസ്റ്റ് നടത്തി, ഇതിൻ്റെ ക്വാളിറ്റി കൺട്രോൾ നടത്തി, ഇത് പ്രായോഗികമായിട്ട് പരിസ്ഥിതിയാകാതെ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, ചില പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് ഒരു പരാതി കൊടുത്തതായിട്ടോ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് കൊടുത്തതായിട്ടോ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള നാഷണൽ ഹൈവേ അതോറിറ്റി പരിശോധിക്കാതെ വന്നതായിട്ടോ എന്തെങ്കിലും തരത്തിലുണ്ടായിട്ടുണ്ടോ? സ്വാഭാവികമായിട്ടും നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവരുടെ ഭാഗത്ത് നിന്ന് കൊടുക്കേണ്ടുന്ന സഹായങ്ങളിൽ നിന്ന് കൃത്യമായി അത് ഞാൻ ഒരു സർക്കാരിനെ കുറ്റപ്പെടുത്തി അനാവശ്യമായിട്ടുള്ള ഒരു വിഷയങ്ങൾ അല്ലെങ്കിൽ നാഷണൽ ഹൈവേ അതോറിറ്റി അതിൽ നിന്ന് പിന്മാറുന്നു അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നില്ല എന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല. കാരണം ഞാൻ അങ്ങനത്തെ ഒരു ശൈലി രാഷ്ട്രീയം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആ കമ്പനികളെ കൊണ്ട് തന്നെ ജനങ്ങൾക്ക് പ്രയാസമില്ലാതെ കൃത്യമായി ശക്തിപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ ഇവരുടെ സർക്കാരിൻ്റെ ആളുകൾക്ക് അത് പരാജയം സംഭവിച്ചിട്ടുണ്ട്. ആ ടീം ആ ടീമുണ്ട് എന്ന് കൃത്യമായി പറഞ്ഞത് മന്ത്രി തന്നെയാട്ടോ, റിയാസ് തന്നെ പറഞ്ഞ ടീമാണ്. ആ ടീം പരിശോധിച്ചിട്ടില്ല എങ്കിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള പരിശോധന ആ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്ത് തന്നെ എക്സ്പെർട്ട് ടീമിനെ കൊണ്ടുവന്ന് അതിൻ്റെ മാറ്റങ്ങൾ വരുത്തി പരിപൂർണ്ണമായി പരിഹരിക്കപ്പെടുക എന്നുള്ളത്. അപ്പോൾ കൊങ്കൺ റെയിൽവേ പണിത് ഇടയ്ക്കിടയ്ക്ക് ഇടിഞ്ഞു വീഴുന്നുണ്ട്, പരിഹരിക്കപ്പെടുന്നുണ്ട്. മൈസൂർ ഹൈവേ ഇതേപോലെ തന്നെ വെള്ളം വന്നൊരു വലിയ വിഷയം ഉണ്ടായി, അത് പരിഹരിക്കപ്പെട്ടു. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ പ്രയാസം ഉണ്ടാകുമ്പോൾ പരിഹരിക്കപ്പെടുക എന്നുള്ളതാണ്. പരിപൂർണ്ണമായി പരിഹരിക്കപ്പെടും, നഷ്ടം വന്നിട്ടില്ല സാമ്പത്തികമായിട്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ശരി, ശ്രീ വസീഫ്, ഇപ്പോൾ മലപ്പുറം ജില്ലയിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മലപ്പുറം ജില്ലയിലാണ് കൂരിയാട് വലിയ തോതിൽ ഹൈവേ ഇടിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ മമ്മാലിപ്പടി അടക്കമുള്ള ഭാഗങ്ങളിലും മറ്റു ഭാഗങ്ങളിലും ഒക്കെ പാതയ്ക്ക് വിള്ളൽ വന്നിട്ടുണ്ട്. മലപ്പുറത്താണ് 90%-ലധികം ഹൈവേ പൂർത്തിയായതും ഇപ്പോൾ പ്രശ്നങ്ങൾ കാണിക്കുന്നതും. അപ്പോൾ സ്വാഭാവികമായി ഉപതെരഞ്ഞെടുപ്പിൽ പോകുമ്പോൾ അത് കൃത്യമായി ജനങ്ങളോട് വിശദീകരിക്കേണ്ടി വരും. കണ്ടോ, റോഡ് കണ്ടോ, ഞങ്ങളുടെ വികസനം കണ്ടോ എന്ന് ചോദിക്കുന്നത് പോലെ തന്നെ എന്താണ് ഈ റോഡിന് പറ്റിയത് എന്നുള്ളതിന് മറുപടി പറയേണ്ടി വരും. ഉത്തരവാദിത്വം ഞങ്ങൾക്കല്ല മറ്റവർക്കാന്ന് പറഞ്ഞിട്ട് അതിൽ കാര്യമില്ല. അത് വളരെ കൃത്യമായി തന്നെ ഞങ്ങൾ പറയും. ഇപ്പോഴും ഇവരുടെ പ്രശ്നം എന്താ വെച്ചാൽ ഞങ്ങൾ നാഷണൽ ഹൈവേ ഉണ്ടാക്കിയതിനെക്കുറിച്ച് ഇനിയും എന്തെങ്കിലും പറയുമോ എന്ന് ഞങ്ങൾ ഇപ്പോഴും പറയുന്നുണ്ട്. ഞങ്ങളുടെ പ്രസംഗങ്ങളിലൊക്കെ ഈ ദേശീയപാതയുടെ നിർമ്മാണത്തിൻ്റെ തടസ്സങ്ങൾ എന്തായിരുന്നു എന്നുള്ളതും ഇത് ആരായിരുന്നു മുടക്കിയത് എന്നുള്ളതും ഞങ്ങൾ അതിലെടുത്ത റോൾ എന്താണെന്നും ഇപ്പോൾ സംഭവിച്ചത് എന്താണെന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു തന്നെ പോകുന്നുണ്ട്. നിങ്ങൾക്ക് വേണേൽ ഞങ്ങളുടെ പ്രസംഗങ്ങളൊക്കെ ഒന്ന് കേൾക്കാം. അതിൽ ഈ ദേശീയപാതയ്ക്ക് ഞങ്ങൾ ചെലവഴിച്ച തുകയെക്കുറിച്ച് പറയുന്നുണ്ട്, ഞങ്ങൾ ഇടപെട്ട് സഹായിക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. സാക്ഷാൽ നിതിൻ ഗഡ്കരി തന്നെ കേരള ഗവൺമെൻറ്റിനെ അംഗീകരിച്ചുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയതൊക്കെ നമ്മൾ കണ്ടതാ.
ഇതൊരു വികസനത്തിന്റെ ഒരു പുതിയ മേച്ചിൽപ്പുറം, ഒരു പുതിയ പാത തന്നെയാണ്. നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് അതിവേഗതയിൽ സഞ്ചരിക്കാനുള്ള ഒരു താല്പര്യവും അതിൻ്റെ സ്വാതന്ത്ര്യമൊക്കെ ഇല്ലേ? ഇവിടെ എല്ലാ ഇതുപോലെയുള്ള പദ്ധതികൾ വരുമ്പോഴും ഇവർ ഇങ്ങനെ അതിനെ മുടക്കുകയാണ്. രാജു പി നായരുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ വളരെ വിദഗ്ധമായി കള്ളം പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളതാണ്. എന്തൊക്കെയാ ഇപ്പൊ ഇവിടെ പറയുന്നത്? വനം വകുപ്പ് ആളുകളെ കൊല്ലുന്നു, ഒരു അങ്ങ് വന്നങ്ങ് പറഞ്ഞു പോവുക. ഇന്ത്യയിൽ എവിടെയൊക്കെ ആളുകൾ കൊല്ലപ്പെടുന്നുണ്ട്, എത്രയധികം ആളുകൾ മരിക്കുന്നുണ്ട് ഈ വന്യജീവി അക്രമത്തിന്റെ ഭാഗമായിട്ട്. ഈ കോൺഗ്രസ് ഉണ്ടാക്കിയ നിയമമായിരുന്നില്ല അത് പൊളിച്ചെഴുതണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി വാദിക്കുകയും ചെയ്യുന്നവരല്ലേ ഞങ്ങൾ? അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരല്ലേ ഞങ്ങൾ? ഇതിനുവേണ്ടി ഈ വന്യജീവി അക്രമങ്ങളെ തടയാൻ വേണ്ടി കേന്ദ്രത്തോട് 1000 കോടി രൂപ ചോദിച്ചിട്ട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന സമീപനം സ്വീകരിച്ചവരല്ലേ കേന്ദ്രം? എന്നിട്ട് ഇത്രയധികം MP മാരുള്ള ഇവർ എവിടെയെങ്കിലും ഇടപെട്ടോ? പിന്നെ ലഹരിയുടെ വിഷയം, ലഹരി കേരളത്തിലെ മാത്രം ഒരു സംഭവമാണോ? എന്തൊക്കെ ഇവർ വിളിച്ചു പറയുന്നത്? കിട്ടുന്നതെല്ലാം വല്ലഭന് പുല്ലുമായുധം എന്ന് പറയുന്നത് പോലെ എല്ലാം അങ്ങ് പിണറായി വിജയന്റെ തലയിലേക്ക് വെച്ചു കൊടുക്കാം എന്ന് കരുതി അങ്ങ് നടക്കുക. ഇവരുടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ വീട്ടിൽ നിന്ന് പത്തനംതിട്ടയിൽ 2.5 കിലോ കഞ്ചാവ് പിടിച്ചത് ആ വീട്ടിൽ നിന്നാണ് പിടിച്ചത്. നാട്ടിലുടനീളം ഇത് നടക്കുന്നുണ്ട്. അത് കരുതി ഞങ്ങൾ ഇത് അപ്പാടെ കോൺഗ്രസ്സുകാരും യൂത്ത് കോൺഗ്രസ്സുകാരും ഈ കേരളത്തെ നശിപ്പിക്കാൻ കഞ്ചാവ് കൊണ്ടുവരികയാണെന്നൊന്നും ആക്ഷേപിക്കുന്നില്ല. അത് അവരുടെയൊക്കെ പോരായ്മയും തെറ്റുമാണ്. അതൊക്കെ കണ്ടെത്തി നടപടി സ്വീകരിച്ച് അവർക്കെതിരെ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഞങ്ങളുടെ നയം. പിന്നെ ആളെ കൊല്ലുന്നത് പറഞ്ഞു, ഇത് നിലമ്പൂരാണ്. ഈ നിലമ്പൂരിലെ ഒരു മന്ത്രി ഉണ്ടായിരുന്നു, ആര്യാടൻ. അവരുടെ ആഫീസിലായിരുന്നു രാധ എന്ന് പറയുന്ന സ്ത്രീയെ കൊന്ന് ചാക്കിൽ കെട്ടി അവിടെ സൂക്ഷിച്ചു വെച്ചത്. ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ഒരു സ്ത്രീയെ, അതും ആ ഓഫീസ് ശുചീകരിക്കാൻ വരുന്ന സ്ത്രീയെ ക്രൂരമായി കൊലപ്പെടുത്തി ചാക്കിൽ കെട്ടി ഒരു മന്ത്രിയുടെ ഇവരുടെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഒക്കെ ആഫീസിൽ കൊണ്ടുപോയി വെച്ചതിന്റെ ഒക്കെ ഒരു ഓർമ്മ നമ്മുടെ മുമ്പിലില്ലേ? ആ രാധയുടെ സഹോദരന്മാർ, അവരുടെ ബന്ധുക്കൾ സ്വരാജിനെ സ്വീകരിക്കുകയും ഗദ്ഗതത്തോടു കൂടി അദ്ദേഹത്തോട് സംസാരിക്കുകയൊക്കെ നമ്മൾ കേട്ടതാ. ഇത് നിലമ്പൂരിലാ. ഇതിനെ തൊട്ടടുത്താണ് തുവൂര്. അവിടെയാണ് ഒരു യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം സെക്രട്ടറി വിഷ്ണു സുനിത എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കൊലപ്പെടുത്തിയിട്ട് അത് കൊലപ്പെടുത്തിയ ആളെ കണ്ടെത്തണമെന്ന് പറഞ്ഞ് സമരം നടത്തുക. ഇതാ യൂത്ത് കോൺഗ്രസിന്റെ രീതി. നോക്കൂ നിങ്ങൾ, എത്ര തൊലിക്കട്ടി വേണം അതിന്. ഇതാ കോൺഗ്രസ് പഠിപ്പിക്കുന്നത്. ഒരു പെൺകുട്ടിയെ ക്രൂരമായി കൊലപ്പെടുത്തി എന്നിട്ട് സ്വന്തം വീടിന്റെ പിന്നാമ്പുറത്ത് കുഴിച്ചിട്ടിട്ട് പിറ്റേ ദിവസം യൂത്ത് കോൺഗ്രസിന്റെ സമരമാണ്, അന്വേഷണം നടത്തണം, പ്രതിയെ പിടിക്കണമെന്ന് സമരം നടത്തുക. അല്ല, ഞാൻ പറഞ്ഞോട്ടെ, ഇവര് പറഞ്ഞതാണ് ഇതൊക്കെ. അത് നിങ്ങൾ മിണ്ടാതിരുന്ന് കേട്ടതാ. ഇവര് പറഞ്ഞതാ. ആ കൊലപാതകം നടത്തിയത് ആരാ? ഇവരുടെ യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹിയാ. ഒരക്ഷരം മിണ്ടിയില്ല. കേരളത്തിൽ വലിയ ചർച്ചകളില്ല. ഇതിന്റെ തൊട്ടടുത്താ ഇത്, ഈ മണ്ഡലത്തിന്റെ തൊട്ടടുത്താ. അങ്ങനെ കൊലപ്പെടുത്തി ഈ കൊലപാതകങ്ങൾക്ക്, ഈ അക്രമങ്ങൾക്ക് എല്ലാം കൂട്ടുനിൽക്കുന്നവരാ ഇവര്. ഇതെങ്ങാനും കേരളത്തിലെ ഒരു DYFI-കാരനോ ഏതെങ്കിലും ഒരു ഞങ്ങളുടെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വീട്ടിലായിരുന്നു, അല്ലെങ്കിൽ അവരുടെ ഓഫീസിലായിരുന്നു ഈ രാധയെ പോലെയുള്ള ഒരു സ്ത്രീയെ കൊലപ്പെടുത്തി ഇങ്ങനെ ചാക്കിൽ കെട്ടി തൂക്കിയതെങ്കിൽ ഒരു കാലത്തും ഞങ്ങൾക്ക് കേരളത്തിൽ മത്സരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള അക്രമങ്ങളും വലിയ പ്രചരണങ്ങളും കഥകളും ഇറക്കി ഇവർ നടക്കില്ലായിരുന്നോ? ഞങ്ങൾ അതിൽ മാത്രം നിന്നതല്ല. പിന്നെ ഇവരെന്താ പറയുന്നത്? പിന്നെ വിഴിഞ്ഞത്തിന്റെ പാർട്ണർ ഒക്കെ ഒന്ന് കളിയാക്കി പറയാ, എല്ലാം അങ്ങ് കിടക്കട്ടെ എന്നുള്ള നിലക്ക്. ആരാണ് അദാനിക്ക് കരാർ കൊടുത്തത്? നമ്മൾ പരിശോധിക്കണ്ടേ? ഞങ്ങൾ പറഞ്ഞ തരത്തിലേക്ക് ഇത് കേരളത്തിന്റെ ഒരു സ്വത്താക്കി മാറ്റണം വിഴിഞ്ഞം പദ്ധതി എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. നിങ്ങൾ അത് കൊടുത്ത് കമ്മീഷനും വാങ്ങി പരിപാടി നിൽക്കുന്ന സമയത്ത് പിന്നെ അത് തുടരുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ മുമ്പിലുള്ള മാർഗം. ഞങ്ങളുടെ ഗവൺമെന്റുകൾ, ഇടതുപക്ഷം എല്ലാ കാലത്തും സർക്കാരിന്റെ മേൽനോട്ടത്തിൽ, സർക്കാരിന്റെ ഉടമസ്ഥതയിലേക്ക് ഇത് കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചവരാ. എന്നാൽ അത് പദ്ധതി ഉപേക്ഷിച്ചു പോകരുത് എന്ന് കരുതിയിട്ടാണ് നിങ്ങൾ കൊടുത്ത കരാറിൽ ഞങ്ങൾ നിന്നത്. മറന്നുപോയത് ഇതൊന്നും. നിങ്ങൾ ഈ കേരളത്തെ കബളിപ്പിക്കാൻ ശ്രമിക്കരുത്. നുണകൾ ആവർത്തിച്ച് പറഞ്ഞ് ഇത് ശരിയാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലേക്ക് പോകരുത്. നിങ്ങൾ നോക്ക്, നിങ്ങളുടെ സംസ്ഥാന നേതാവാണ്, നിങ്ങളുടെ സംസ്ഥാന നേതാവ് പത്രസമ്മേളനം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് ഇന്നൊരു മാധ്യമ പ്രവർത്തകനെ ക്രൂരമായി ആക്രമിക്കാൻ പരിശ്രമിച്ചത്. ഇന്ന് അഭിലാഷ് ഉൾപ്പെടെ അത് ചർച്ചക്കെടുക്കേണ്ടതായിരുന്നു. ആ റോഷിപാലിനെ എത്ര കാലമായി ഇവർ വേട്ടയാടുന്നു? എത്ര കാലമായി വേട്ടയാടുന്ന ഒരു മാധ്യമ പ്രവർത്തകനെ? ഇവരുടെ ജനാധിപത്യവും ഇവരുടെ ഒരു ഗാന്ധി സ്വഭാവവും ഒക്കെ ആണോ ഇത് കാണിക്കുന്നത്? അയാളെ കൊല്ലുമെന്ന് പറഞ്ഞ് ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും പ്രചരണം നടത്തുകയല്ലേ? എന്താ അദ്ദേഹം ചെയ്ത തെറ്റ്? ഇവിടെ പ്രചരണത്തിൽ ഇപ്പൊ നിങ്ങൾ പറഞ്ഞു റീൽസ് ഇട്ടല്ല നേതാവായത് എന്ന്. ഈ കേരളത്തിലുടനീളം യൂത്ത് കോൺഗ്രസുകാർ ഉൾപ്പെടെ പരാതി കൊടുത്തു വ്യാജ ഐഡന്റിറ്റി കാർഡിനെതിരെ. ശരി.
ISSD ഒരു ബ്രാൻഡാണ്. മനസ്സിൽ പതിയേണ്ട ഒരു സ്റ്റാമ്പാണ്. മലയാളികൾ ഏറ്റവും അധികം ട്രസ്റ്റ് ചെയ്യുന്ന. ശ്രീ രാജു പി നായർ, ഇപ്പോൾ തെരഞ്ഞെടുപ്പാണ്, വളരെ വാശിയേറിയ ഒരു ഉപതെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിൽ നടക്കുന്നത്. അപ്പം അതുകൊണ്ട് എല്ലാ വിഷയവും വരും. ആ വിഷയത്തിന്റെ എല്ലാ വസ്തുതകളുമാണോ ചർച്ചകളിലേക്കും പ്രചരണങ്ങളിലേക്കും ഒക്കെ പോകുന്നത് ചോദിച്ചാൽ അങ്ങനെ ആകണമെന്നില്ല. ഇപ്പോൾ പെൻഷന്റെ കാര്യം പറഞ്ഞു, ഇപ്പോൾ ദേശീയപാതയുടെ കാര്യം പറഞ്ഞു, വളരെ സാമുദായിക വിഷയങ്ങൾ, പെരുന്നാളിന് അവധി കൊടുത്തില്ല എന്നുള്ളത് പോലും തെരഞ്ഞെടുപ്പ് വിഷയമാകുന്ന അവസ്ഥയാണ് നിലമ്പൂരിൽ. മറ്റു പല കാര്യങ്ങൾ, ഞാൻ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ഇതിപ്പോൾ കൃത്യമായി ഭരണത്തെ വിലയിരുത്തിയുള്ള ഭരണത്തെയും പ്രതിപക്ഷത്തെയും വിലയിരുത്തട്ടെ, ആ നിലയ്ക്കുള്ള കുറച്ചുകൂടി നോബിളായിട്ടുള്ള ഒരു ക്യാമ്പയിൻ യഥാർത്ഥത്തിൽ നിലമ്പൂരിലെ ജനത അർഹിക്കുന്നില്ലേ? തീർച്ചയായിട്ടും ഞങ്ങൾ ഇത് തന്നെയാണല്ലോ പറയുന്നത്. ഞങ്ങൾ അത് തന്നെ ഞാൻ ആദ്യത്തെ ഘട്ടത്തിൽ പറഞ്ഞെന്താ, ഈ സംസ്ഥാന സർക്കാരിൻ്റെ പരാജയങ്ങളാണ് അക്കമിട്ട് പറഞ്ഞത്. എവിടെയെങ്കിലും നടക്കുന്ന ഒരു കൊലപാതകത്തിൻ്റെ പേരിൽ മറച്ചു വെക്കാൻ കഴിയുന്നില്ല. എന്താ, പോലീസിനോട് ഒരു വ്യക്തി, അത് നേരത്തെ ക്രിമിനൽ റെക്കോർഡുള്ള കൊലപാതക കേസിൽ പ്രതിയായി ജാമ്യത്തിലിറങ്ങിയ വ്യക്തി, ആ വ്യക്തി തങ്ങളുടെ ജീവന് ഭീഷണിയാണെന്ന് ഒരു ജനത 200ഓളം പേര് ഭീമഹർജി ഒപ്പിട്ട് പോലീസിന് കൊടുക്കുകയാണ്. അതിൽ പോലീസ് നടപടിയെടുക്കാതിരുന്നിട്ട് അയാൾ പിറ്റേ ദിവസം വന്നിട്ട് 2 പേരെ കൊല്ലുകയാണ്, ഇല്ലേ? എന്നാൽ 10 ദിവസം മുമ്പ് പറവൂര് ഇതേപോലെ ഒരു ലഹരി മരുന്നുകാരൻ വന്നിട്ട് പോലീസിന് ജീവന് ഭീഷണിയാണെന്ന് പറഞ്ഞപ്പോൾ ആ ലഹരി മരുന്നുകാരനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി. അവനെന്തോ പറഞ്ഞത് കേട്ട് വിട്ടു. അവൻ പോയി 3 പേരെ കൊന്നു. 10 ദിവസം മുമ്പ് സംഭവിച്ചതാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും അത്തരത്തിലുള്ള പരാതികൾ ഗൗരവമായിട്ട് എടുക്കണം എന്ന് പോലും ചിന്തിക്കാൻ കഴിയാത്തൊരു പോലീസ് സംവിധാനത്തിന്റെ കാർമ്മികത്വത്തിൽ നടക്കുന്ന കൊലപാതകത്തെ ഏതെങ്കിലും ഒറ്റപ്പെട്ട കൊലപാതകം പറഞ്ഞ് പറയാൻ പറ്റുമോ? നിലമ്പൂർ രാധന കേസൊക്കെ ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിനകത്തേക്കൊന്നും പോകുന്നില്ല. പിന്നെ ലഹരി മരുന്ന് ഞങ്ങളാണോ പ്രശ്നം? സംസ്ഥാനത്ത് രാജ്യത്ത് മറ്റെല്ലായിടത്തും, ലോകത്ത് മറ്റെല്ലായിടത്തും ലഹരി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ലഹരി മരുന്ന് കച്ചവടം നടക്കുമ്പോൾ സംസ്ഥാന സർക്കാർ പൂർണ്ണമായി പരാജയപ്പെട്ടിരിക്കുമ്പോൾ ഞങ്ങൾ കയ്യും കെട്ടിയിരിക്കണോ? പ്രതിഭാഹരിയുടെ മകൻ FIR-ൽ പേരുള്ള ആള് കുറ്റപത്രത്തിൽ ഇല്ലാതെ പോകുന്ന രാഷ്ട്രീയ രക്ഷാകർതൃത്വം ഈ ലഹരമരുന്ന് മാഫിയക്ക് കൊടുക്കുമ്പോൾ ഞങ്ങൾ മിണ്ടാതിരിക്കണോ? നടക്കില്ല, അത് പറയും. അതുകൊണ്ട് ഏതെങ്കിലും ഒറ്റപ്പെട്ട കേസ് എടുത്തല്ല വസീഫെ ഈ ആരോപണങ്ങളെ നിഷേധിക്കേണ്ടത്, കൃത്യമായ വസ്തുതയുടെ അടിസ്ഥാനത്തിൽ വേണം. പിന്നെ കാട്ടാന ആക്രമണത്തെക്കുറിച്ച് പറഞ്ഞു. ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ അധികം വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ നിലമ്പൂരാണ് ഇരിക്കുന്നത്. കരുളായിയിൽ മണിയും മൂത്തേടത്ത് സരോജിനിയും കൊല്ലപ്പെട്ട നിയോജക മണ്ഡലത്തിലാണ് ഞാനിരിക്കുന്നത്. അവിടുത്തെ പറയാം, സോളാർ വേലി ഉണ്ടാക്കാൻ കഴിഞ്ഞ 2 വർഷക്കാലം ഇവർ ചെലവാക്കിയ എത്രയെന്നറിയോ? 2 കോടി രൂപ വെച്ചിട്ടാണ്. 2 കോടി രൂപ വെച്ചിട്ടാണ് കഴിഞ്ഞ 2 സാമ്പത്തിക വർഷങ്ങളിൽ സോളാർ വേലി ഉണ്ടാക്കാൻ ചെലവാക്കിയത്. ആനക്കിടങ്ങ് ഉണ്ടാക്കാൻ 2022-23 90 ലക്ഷം, 2023-24 39 ലക്ഷം. സംസ്ഥാനത്ത് മുഴുവൻ 39 ലക്ഷം രൂപയ്ക്ക് ആനക്കിടങ്ങ് ഉണ്ടാക്കിയവരാണിവർ, ഇല്ലേ? ഇടുക്കിയിൽ മുതൽ പത്തനംതിട്ടയിൽ മുതൽ കണ്ണൂർ മുതൽ മലപ്പുറത്ത്, വയനാട് എല്ലാം മനുഷ്യർ ഈ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെടുകയാണ്. അഭിലാഷേ, ഞാനുണ്ടായിരുന്നു മൂത്തേടത്ത് പ്രിയങ്ക ഗാന്ധി സരോജിനിയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ആ പാവപ്പെട്ട മനുഷ്യർ അവിടെ നിന്ന് നടത്തി ഒരു 750 കിലോമീറ്ററോളം ചെന്ന് ഈ മൂടിക്കിടക്കുന്ന കിടങ്ങ് മുഴുവൻ കണ്ടത്. അന്നത്തെ DFO അവിടെ ഉണ്ടായിരുന്നു. DFO പറഞ്ഞത്, ഞങ്ങൾ എന്ത് ചെയ്യാനാ, ഞങ്ങൾക്ക് പണമില്ല എന്നാണ് പറഞ്ഞത്, ഇല്ലേ? നോക്കൂ, ആന പ്രതിരോധ മതിൽ 2022-23 ഉണ്ടാക്കിയ എത്രയെന്നറിയോ? 0 രൂപ. 2023-24 2 ലക്ഷം രൂപ. എന്താ ആന പ്രതിരോധ മതിൽ? 2 ലക്ഷം രൂപയ്ക്ക് ഇവർ ഏത് ആന പ്രതിരോധ മതിലാണ് ഉണ്ടാക്കിയത് നമുക്കൊന്ന് അറിയണം. പിന്നെ സോളാർ തൂക്കുവേലി 2 കോടി രൂപ 2022-23, 2023-22 42 ലക്ഷം രൂപ. ക്രാഷ് കാർഡ് വേലി, കൽമതിൽ, റെയിൽ വേലി, ചുറ്റുമതിൽ, അതുപോലെ തന്നെ ഇരുമ്പ് വേലി. ഈ 5 ഐറ്റത്തിന് കഴിഞ്ഞ 2 സാമ്പത്തിക വർഷം ഒരൊറ്റ ചില്ലി പൈസ, നയാ പൈസ ചെലവാക്കിയിട്ടില്ല. ഇരുമ്പ് വേലി 3,85,000 രൂപ 2022-23, 2023-24 0 രൂപ. എന്താ വസീഫെ, നിങ്ങൾ 2 ലക്ഷം രൂപയ്ക്ക് എന്ത് ഇരുമ്പ് വേലി ഉണ്ടാക്കിയത്? ആ മുഖ്യമന്ത്രിയുടെ വീടിനകത്ത് കൊണ്ടുപോയിട്ട് പശുത്തൊഴുത്തുണ്ടാക്കാനൊക്കെ 42 ലക്ഷം ചെലവാക്കിയില്ലേ? ഇരുമ്പ് വേലി ആന കടക്കാതിരിക്കാനുള്ള കിടങ്ങ് കുഴിക്കാൻ എത്രയാ? 4 ലക്ഷം രൂപ, അല്ലേ? 39 ലക്ഷം രൂപ. 2,460,000 രൂപ. 2,460,000 രൂപ. ഇത് 560 രൂപ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ആന കടക്കാതിരിക്കാനുള്ള കിടങ്ങ്. നിങ്ങളല്ലേ ഈ പാവപ്പെട്ട മനുഷ്യരെ കൊന്നത്? സരോജിനിയെ, മണിയൻ കൊന്നത് നിങ്ങളാണ്. നിങ്ങളുടെ നയങ്ങളാണ്, നിങ്ങളുടെ പരാജയമാണ്. അത് ചോദിക്കുമ്പോൾ നിങ്ങൾ ആ മരണത്തെ നോക്കി കൊല്ലടിക്കുന്നു, അല്ലേ? രാജ്യത്ത് മുഴുവൻ മനുഷ്യർ മരിക്കുന്നുണ്ട് എന്ന് പറയാൻ നാണമില്ലേ നിങ്ങൾക്ക്? നിങ്ങൾക്ക് എന്തെങ്കിലും നാണമുണ്ടോ?
ദേശീയപാത കാര്യത്തിൽ ഞങ്ങൾ ഖണ്ഡിതമായ അഭിപ്രായം പറയുന്നു. വലിയ അഴിമതി നടന്നു, ആയിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതി നടന്നു. CBI അന്വേഷണം വേണം. വസീഫെ, നിങ്ങൾ അടുത്ത ഘട്ടത്തിൽ പറ, CBI അന്വേഷണം വേണമെന്ന് പറയാൻ നിങ്ങൾക്ക് നട്ടലിന് ബലമുണ്ടോ? ഇനി CBI അന്വേഷണം UDF ആവശ്യപ്പെട്ടുകൊണ്ട് വേണ്ട, മറ്റെന്തെങ്കിലും അന്വേഷണം ആവശ്യപ്പെടാൻ നിങ്ങൾക്ക് ബലമുണ്ടോ? എന്താ പെട്രോളിന് ബലമില്ലാത്ത? എന്താ ഈ പൈസ മേടിച്ച് പിണറായി വിജയനും റിയാസും കൂടി കൂട്ടിയാണോ തിന്നത്? ഈ നരേന്ദ്രമോദിയുടെ കൂടെ അതുകൂടി കൂട്ടിയാണോ തിന്നത്? എന്തുകൊണ്ടാ നിങ്ങളുടെ സർക്കാരിന് ഈ നാട്ടിൽ ഇത്രമാത്രം 10,000-കണക്കിന് കോടി രൂപ കൊടുത്ത് നടക്കുന്ന ഡിസൈനിൽ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയിൽ വന്ന് പറയുക ഒരു ഡിസൈൻ ഇല്ല, ഒരു DPR ഇല്ല, ഒരു മേൽനോട്ടക്കാരനില്ല? എന്തുകൊണ്ടാ സംസ്ഥാന സർക്കാരിന് പരാതിയില്ല? എന്താ നരേന്ദ്രമോദി ഇത് കേൾക്കുമ്പോ നിങ്ങൾക്ക് ഇത്ര വലിയ മുട്ടടിക്കുന്നുണ്ടോ? മുട്ടടിക്കുകയാണോ നിങ്ങൾക്ക്? അല്ല, അതിനൊരു സ്ട്രൈറ്റ് ആയിട്ടുള്ള ആൻസർ. നാട്ടിൽ ഇത്രമാത്രം വലിയൊരു വികസനത്തിന്റെ പേര് വന്നിട്ട് ശരി, അതിനൊരു വെള്ളക്കെട്ടായി മാറുന്നു. നാട്ടിലുള്ള എല്ലാ കാര്യങ്ങളും പറയാതെ ആ കാര്യത്തിന് ഒരു അന്വേഷണം, ഒരു നേരിട്ടുള്ള മറുപടി. വസീഫ്, ഈ ദേശീയപാതയുടെ ഡിസൈൻ, അലൈൻമെന്റ്, ടെൻഡർ ക്ഷണിക്കൽ, ടെൻഡർ അവാർഡ് ചെയ്യൽ, സൂപ്പർവിഷൻ, സകല കാര്യങ്ങളും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് നടത്തുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ക്രമക്കേടുകൾ ആരോപിക്കുമ്പോൾ അതിൽ അന്വേഷണം വേണം എന്ന് ആവശ്യപ്പെടാതെ എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് സ്റ്റേക്കുള്ള വിഷയമല്ലല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഇൻവോൾവ് ആയിട്ടുള്ള വിഷയമല്ലല്ലോ. അപ്പോൾ ദേശീയപാത അതോറിറ്റി ഈ ടെൻഡർ വിളിച്ചതിലും കരാർ കൊടുത്തതിലും പിന്നെ കരാർ കിട്ടിയവർ ഉപകരാർ കൊടുത്തതിലും ഒക്കെ എന്തെങ്കിലും അഴിമതി ഉണ്ടെങ്കിൽ അന്വേഷിക്കണം എന്ന് എന്തുകൊണ്ടാണ് ആവശ്യപ്പെടാത്തത്? നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യമല്ലേ? അഭിലാഷേ, അതിനു മുമ്പേ ഒരു കാര്യം കൂടി പറയണം. ഇവരിപ്പോൾ ഈ വന്യജീവി അക്രമമൊക്കെ പറയുന്നുണ്ട്. ഇവിടുത്തെ മന്ത്രിയായിരുന്നു സാക്ഷാൽ ആര്യാടൻ മുഹമ്മദ്, അല്ലേ? ഈ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്ത മന്ത്രിയായിരുന്നു. എത്ര കാലം ഇവിടെ MLA ആയിരുന്നു? 34 വർഷക്കാലം. അന്നൊന്നും ഇവിടെ ആളുകൾ മരിച്ചിട്ടില്ലേ? കൊന്നതൊക്കെ ആര്യാടനാണ് എന്ന് ഞങ്ങൾ പറയണം എന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഞാൻ നേരത്തെ കൊലപാതകം പറഞ്ഞത് സ്വന്തം ഓഫീസിൽ ചാക്കിൽ കെട്ടിയ രാധയെ കുറിച്ച, സ്വന്തം ഓഫീസിൽ. എന്നിട്ടാ വലിയ വായിൽ വർത്തമാനം പറയുന്നത്. അല്ല, ഞാനും പറയും, നിങ്ങൾ പറയുമ്പോൾ ഞാൻ ബഹളം വെച്ചിട്ടില്ല, മിണ്ടാതിരുന്നത് നിങ്ങൾ പറയുന്നത് നുണയാണെന്നുള്ള ബോധ്യം ഉള്ളത് കൊണ്ട് മിണ്ടാതിരുന്നതാ, ഒരു മര്യാദ കൊണ്ട്. ഇന്നലെയും നിങ്ങൾ ഇതുപോലെ വാദോരാതെ വിളിച്ചു പറഞ്ഞിട്ട് പോയി, ഞാൻ വിളിച്ചു, നിങ്ങൾ വന്നില്ല. പിന്നെ ഇവിടെ 2018 മുതൽ 2022 വരെ ഒഡീഷയിൽ 542 പേര് മരണപ്പെട്ടിട്ടുണ്ട്. ജാർഖണ്ഡിൽ 474 പേര് മരിച്ചിട്ടുണ്ട്. ആസാമിൽ 364 മരിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ 246 പേര് മരിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ നിരവധിയായ വിളകൾ നശിപ്പിക്കുന്നുണ്ട് രാജ്യത്തുടനീളം. ഇതിന് കേന്ദ്ര നിയമത്തിൽ ആവശ്യമായ ഇടപെടൽ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള റഹീം പാർലമെന്റിനകത്ത് ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായി. നിങ്ങളാരും അങ്ങനെ ഒരു വാശിയോടുകൂടി കേന്ദ്ര ഗവൺമെന്റിനെതിരെ ഒരു അന്വേഷണത്തിനോ അല്ലെങ്കിൽ അവരുടെ ഒരു ഇടപെടലിനോ ആവശ്യപ്പെടുന്ന ഒരു സംവിധാനവും ഇല്ല രാജ്യത്ത്. നിങ്ങൾ അവിടെ പോയിരിക്കുക. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞു, നിങ്ങളുടെ നേതാവുണ്ടല്ലോ KC വേണുഗോപാൽ, അദ്ദേഹത്തിന്റെ മികവും അദ്ദേഹത്തിന്റെ ഒരു വല്ലാത്ത അന്വേഷണ താല്പര്യവും ഇവിടെ പറയല്ലേ. വെറുതെ നിങ്ങൾ പിണറായി വിജയന്റെയും മുഹമ്മദ് റിയാസിന്റെയും അഴിമതി കഥകൾ, അവർക്കാണ് പൈസ കൊണ്ടുപോയത് എന്നൊക്കെ പറഞ്ഞ് കഥകൾ ഇറക്കാൻ കഥകൾ കുറെ ഉണ്ട്. നിങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞത് കഴിഞ്ഞ സോളാർ സമരകാലത്ത് എന്തിനായിരുന്നു ഇവിടുന്ന് ഒളിച്ചോടിയത്, ഇവിടെ മത്സരിക്കാതെ പോയതെന്നൊക്കെ നാട്ടുകാരുടെ മുമ്പിൽ പറയേണ്ടി വരും. വെറുതെ ഞങ്ങളെ കൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയിപ്പിക്കരുത്. നിങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞതുണ്ട്, നിങ്ങളുടെ മുരളീധരൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ആരാണ് അഴിമതി നടത്തുന്നതെന്നും ആരാണ് കള്ളത്തരത്തിന് കൂട്ടുനിൽക്കുന്നതെന്നും ആരാണ് തോന്നിവാസത്തിന് കൂട്ടുനിൽക്കുന്നത് എന്നൊക്കെ പറയിപ്പിക്കരുത്. നിങ്ങൾക്ക് ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ കുറിച്ച് എന്തും വിളിച്ചു പറയാന്ന, നിങ്ങൾക്ക് ഞങ്ങളുടെ മന്ത്രിമാരെ കുറിച്ച് എന്തും വിളിച്ചു പറയാന്ന, ഈ രാജ്യത്തുടനീളം കോൺഗ്രസിനെ ഒറ്റപ്പെടുത്തി ഈ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനേക്കാൾ തരം താഴ്ന്ന രീതിയിൽ ഇവിടെ ഇടപെട്ട് ഇവിടുത്തെ വികസനത്തിന് മുടക്കം സ്റ്റേറ്റ്മെന്റ് ഇറക്കുമ്പോ ഞങ്ങൾക്ക് പറയേണ്ടി വരും. ഒരു സെക്കൻഡ് അല്ല, ഞങ്ങൾക്ക് പറയേണ്ടി വരും. അന്വേഷണം വേണ്ടെന്ന് ഞങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അന്വേഷണം നടത്തട്ടെ, നടപടി എടുക്കട്ടെ, ഏത് നടപടി എടുക്കട്ടെ, അത് വേണമെന്നാ ഞങ്ങളുടെ ആവശ്യം. അതിലൊക്കെ ഒരു കുരുട്ട് ബുദ്ധി കൊണ്ടുവന്ന് ഇതങ്ങ് മുടക്കിക്കളയാം എന്നുള്ള ആലോചന നടത്തരുത്. നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്നറിയോ? നിങ്ങളുടെ ഈ നേതാവിന്റെ അവർക്ക് BJP പരാജയപ്പെടുത്തലൊന്നല്ല, ഇവിടെ കോൺഗ്രസിൽ നമ്പർ 1 ആണ് എന്ന് തെളിയിക്കണം. അതിന് ഏറ്റവും മോശമായ പദപ്രയോഗങ്ങളിലൂടെ ഏറ്റവും വൃത്തികെട്ട രീതിയിൽ ഈ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനേക്കാളും തരം താഴ്ന്ന രീതിയിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവിന്റെ ആ നിലവാരത്തിൽ സംസാരിക്കണം. എന്നിട്ട് തിരിച്ചു പറയാൻ പറ്റില്ല എന്നോ? ഞങ്ങൾ പറയുന്നത് നിങ്ങൾ ഏത് അന്വേഷണം നടത്തിക്കോ, ഒരു തർക്കവും ഇല്ല, അന്വേഷണം നടത്തണം. പക്ഷെ സമയബന്ധിതമായി ഈ പദ്ധതി പൂർത്തീകരിക്കണം. അതിന് തടസ്സമാകരുത് ഒരു അന്വേഷണവും. അതെ ഞങ്ങളുടെ നിലപാട്. ഏത് അന്വേഷണം നടന്നാലും ഈ വികസന പദ്ധതികൾ ഒരിക്കലും തടസ്സപ്പെടരുത്. അത് തടസ്സപ്പെടുത്താൻ ഈ പറയുന്ന KC വേണുഗോപാലിന് ഗൂഢപദ്ധതി ഉണ്ട് എന്ന് സംശയിക്കുന്ന തരത്തിൽ തന്നെയാണ് ഇടപെടുന്നത്. നിങ്ങൾ അന്ന് കോഴിക്കോടല്ലേ?
അന്ന് നടുറോട്ടിൽ നിസ്കാര സമരം നടത്തിയവരാ, അതിന് നേതൃത്വം കൊടുത്തവരാ ഇവര്. വർഗീയമായിട്ട് പോലും ആളുകളെ സംഘടിപ്പിക്കാൻ സമരം നടത്താൻ ശ്രമിച്ചവരാ ഇവര്. ആരാണ് മുഖ്യമന്ത്രി ഇവിടെ? ആരാണ് ഈ SFIക്കാരുടെ ഭാഷയിൽ കെ സി വേണുഗോപാലിനെ കാലൻ വിളിച്ചാരാ? ഒരു മിനിറ്റ്, കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രി അധിക്ഷേപിച്ച ഒരൊറ്റ പറഞ്ഞത് വസ്തുതകൾ കണക്കുകൾ ഉദ്ധരിച്ച് ഞാനിവിടെ കാര്യങ്ങൾ ഇല്ലേ സംസാരിക്കാൻ ഈ രാജ്യത്തെ ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് ദേശീയ നേതാവാണെങ്കിൽ കണക്കിന് കോടി ദേശീയ നേതാവിന് ആ നിലവാരം കാണിക്കട്ടെ. ഒറ്റമണി പ്രതിപക്ഷ നേതാവിനേക്കാൾ തരം താഴ്ന്ന രീതിയിൽ വീടുകളിൽ വെള്ളം കയറുന്നു. കാലനാവാൻ ശ്രമിക്കരുതെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ്. ദേശീയപാതയുടെ ദേശീയപാത എന്ന് പറയുന്ന ഈ നാട് ആഗ്രഹിക്കുന്ന വികസന പദ്ധതി സമയബന്ധിതമായി പൂർത്തീകരിക്കണം. സമയബന്ധിതമായി പൂർത്തീകരിക്കണം. ആ സമയബന്ധിതമായി തടസ്സമുണ്ടാകുന്ന പദ്ധതിയെ നശിപ്പിക്കുന്ന തരത്തിൽ കാലനാവരുത് ഞങ്ങൾ പറയുന്നത്. അതിനെയും പറയും. നിങ്ങൾ നോക്ക്, ഈ സംസാരിച്ചാൽ ചെയ്യാനുള്ള കൈക്കൂലിയാണ് മനസ്സിലാക്കില്ല കേട്ടോ, കേൾക്കില്ലേ? വോട്ട് ചെയ്യാനുള്ള കൈക്കൂലിയാണ് ഇതെന്ന്. ഇത്രയും വലിയൊരു രണ്ടുപേരുടെ അത് പറയാനായിട്ട് ചിലപ്പോൾ നിങ്ങളുടെ ഒരു വിഭാഗത്തിന്റെ ആഗ്രഹം. ഞങ്ങളുടെ പണം കൂടിയുണ്ട്. രണ്ടുപേരുടെ അവസരം കഴിഞ്ഞു. ഒരു തെരഞ്ഞെടുപ്പിന്റെ വീറും വാശിയും ഒക്കെ മനസ്സിലാവും. പക്ഷെ രണ്ടുപേരും കൂടി സംസാരിച്ചാൽ കേൾക്കുന്ന ജനങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. അവർക്ക് ഫാക്ട്സ് അല്ലേ വേണ്ടത്? ശരി ശരി ശരി, ഇതൊന്നും ഞങ്ങളുടെ നട്ടലിനെ കുറിച്ച് ചോദിക്കല്ലേ, വാഗ്വാദത്തിലേക്ക് പോകണ്ട. ഇതൊക്കെ ജനങ്ങൾ കാണുന്നതാണ്. ഞങ്ങൾക്ക് വേണ്ട. എന്നിട്ട് എന്തും വിളിച്ചു പറയാനുള്ള രണ്ടുപേരും വാഗ്വാദത്തിലേക്ക് പോകണ്ട. ഇത് ജനങ്ങൾ കാണുന്ന കേരളത്തിലെ സംവാദമാണ് എന്നുള്ള ഓർമ്മ വേണം. കുറിച്ച് ഞങ്ങളുടെ നേതാവിനെ കുറിച്ച് എന്തും വിളിച്ചു പറയാം. ശരി, രണ്ടുപേരും ശാന്തരാവൂ. ശ്രീ ഉല്ലാസ് ബാബു, അന്വേഷണം എന്നുള്ളത് പ്രധാനമാണല്ലോ. ഇപ്പൊ കരാറുകാരെ 1 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു, കരാറുകാരോട് പണി സ്വന്തം ചെലവിൽ പൂർത്തീകരിച്ച് തരാൻ പറഞ്ഞു എന്നുള്ളതൊന്നുമല്ലല്ലോ. അതിനപ്പുറത്ത് വലിയ തോതിൽ എന്തുകൊണ്ടാണ് ഡിസൈൻ പിഴച്ചുപോയത്, എന്തുകൊണ്ടാണ് സോയിൽ സ്റ്റഡി മര്യാദയ്ക്ക് നടത്താത്തത്, എന്തുകൊണ്ടാണ് വിദഗ്ധ ഉപദേശം കേട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാത്തത് എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ഷന്റെ കാര്യത്തിൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോൾ തന്നെ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്ന നിലയുള്ളപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ളതിന് സമഗ്രമായ അന്വേഷണം ആവശ്യമാണല്ലോ. ഇപ്പോ ഈ 2 എഞ്ചിനീയർമാരുടെ പരിശോധനയും അതിന്മേലുള്ള നടപടിയുമാണ് ഉണ്ടായിരിക്കുന്നത്. അത് മതിയോ? അതിനപ്പുറത്ത് അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ ആ അഴിമതി കണ്ടെത്തണ്ടേ? അതിന് ഉത്തരവാദിത്വം ദേശീയപാത അതോറിറ്റിക്കില്ലേ? അഭിലാഷേ, 3 കാര്യങ്ങൾ നമ്മളിവിടെ ഇവിടുത്തെ മറ്റ് പ്രതിനിധികളും ചർച്ച ചെയ്തല്ലോ. ഒന്ന്, ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ട അവരുടെ കാര്യങ്ങൾ. 2, വയനാട്ടിലെ വന്യമൃഗങ്ങളുടെ ശല്യങ്ങൾ ഇത്യാദി കാര്യങ്ങൾ. 3, തെരഞ്ഞെടുപ്പ്. ഈ 3 കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ ചർച്ച ചെയ്ത് ഇത്രയും നേരം ഞാനിവിടെ സുഖമായിട്ട് ഇരിക്കുകയായിരുന്നു ഇതൊക്കെ കേട്ടിട്ട്. അതിന് മറുപടി പറയാൻ നിങ്ങൾ അവസരം തരുമെന്ന് വിചാരിച്ച് ഒന്ന് ഇടപെടാതെ നിൽക്കണം. നിങ്ങൾ ചോദിച്ചു നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അന്വേഷണം വേണ്ടേ? 100% അന്വേഷണം നടക്കും അഭിലാഷേ. കാരണം ഇങ്ങനൊരു പ്രയാസം ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ സമയം നീട്ടി പോകേണ്ടി വരികയോ മറ്റുള്ള പ്രയാസങ്ങൾ വരികയോ അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള ഇഷ്യൂസ് എന്തെങ്കിലും പ്രശ്നം വരികയോ അതിൻ്റെ ഭൂമിയുടെ ഘടന കൃത്യമായി നോക്കാതെ കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ കമ്പനിക്കെതിരെ പരിപൂർണമായിട്ട് തന്നെ അന്വേഷണം ഉണ്ടാവും. അതിൻ്റെ പുറകിൽ അവരെന്തെങ്കിലും കള്ളത്തരങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് 100% ഒരു കാരണവശാലും ഒരു നീതിയും അവർക്ക് ലഭിക്കില്ല എന്നുള്ളതും അഭിലാഷ് ഉറപ്പുവരുത്തുക. രണ്ടാമത്തെ കാര്യം ഞാൻ ചോദിച്ചോട്ടെ, വി ഡി സതീശൻ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് ഏകദേശം 699 കോടി രൂപയുടെ ഊരാളങ്കൽ സൊസൈറ്റിക്ക് ഒറ്റയടിക്ക് ടെൻഡർ ഒപ്പിട്ട് കൊടുത്തു പോയ കുഞ്ഞാലിക്കുട്ടിയെ കുറിച്ച് ഒന്ന് ആലോചിക്കണം. UDF സർക്കാർ ഇറങ്ങിയ സമയത്ത് അതിൽ പരാതി ഉണ്ടാവുമോ ഇല്ലയോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കെ. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ 5810 കോടി രൂപ കൊടുത്തു, ഞങ്ങൾക്ക് സർക്കാർ കൊടുത്തു. ആർക്ക്? നാഷണൽ ഹൈവേസിൽ സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തു. ഇവരെ എപ്പോഴും പറയുന്ന ഒരു ഗീർവാണമാണ്. സാർ അഭിലാഷ്, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. വാല്യൂ ക്യാപ്ചർ ഫിനാൻസിങ് സ്കീം എന്ന് പറയപ്പെടുന്ന ഒരു സ്കീമിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരള സർക്കാർ, ഒരുപാട് സംസ്ഥാനങ്ങൾ അതിൽ ഒപ്പിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന് 2021 കൊണ്ടുവന്നൊരു സ്കീമിൻ്റെ പ്രകാരമാണ് കേരള സർക്കാർ അതിൽ ഒപ്പിട്ട് വെച്ചിരിക്കുന്നത്. എന്തടിസ്ഥാനത്തിലാണ് അത് ഒപ്പിട്ടത്? ഇങ്ങനെ ഇവർ ഭൂമിയെ ഏറ്റെടുത്ത് കൊടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അതിൻ്റെ അപ്പുറത്ത് വരുന്ന
വർധനവിൻ്റെ ഭാഗമായി നിരവധി ടാക്സുകളടക്കമുള്ള മറ്റു കാര്യങ്ങൾ ഇവർക്ക് ഭാവിയിൽ പിരിച്ചെടുക്കാം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ കടമെടുത്ത പൈസ ഇതിനു വേണ്ടി ചെലവഴിച്ച് ഭാവിയിൽ ജനങ്ങളെ കൊള്ളയടിക്കാമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് കേന്ദ്ര സർക്കാർ റോഡ് പണിയുന്നത് ടാക്സും ടോളും ഒക്കെ ഒഴിവാക്കി ജനങ്ങൾക്ക് ഒരു ഉപകാരം ഉണ്ടായിക്കൊള്ളട്ടെ എന്ന് വെച്ച് മാത്രമാണോ? കേന്ദ്രത്തിന് ടാക്സും ടോളും ഒന്നും ഇല്ലേ? അങ്ങനെയല്ല അഭിലാഷ്. അത് അഭിലാഷിന്റെ ഒരു തെറ്റിദ്ധാരണ അടിസ്ഥാനത്തില വാല്യൂ ക്യാപ്ചർ ഫിനാൻസിങ്ങിനെ കുറിച്ചും ആ സ്കീമിനെ കുറിച്ചും ഒന്ന് അഭിലാഷം നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന സംസ്ഥാന സർക്കാരുടെ ഉദ്ദേശവും അത് സംസ്ഥാന സർക്കാരുകൾക്ക് അതിൻ്റെ ഉപറോഡുകളും അനുസരിച്ച് അപ്പുറത്ത് വരുന്ന ആളുകളുടെ വികസനത്തിന്റെ ഭാഗമായി ഉണ്ടാക്കുന്ന കാശിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പഠിക്കണം. രണ്ട്, മാതൃഭൂമി തന്നെ റിപ്പോർട്ട് ചെയ്തൊരു കാര്യമുണ്ട്. എന്താണ്? ഇപ്പുറത്ത് വന്യമൃഗ ആക്രമണവുമായി ബന്ധപ്പെട്ട് 200 കോടി രൂപ കേന്ദ്രം തന്നതിൽ 130 കോടി രൂപ ലാപ്സായി പോയി എന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കാര്യം അഭിലാഷിന് അറിയാമല്ലോ. 130 കോടി രൂപ എന്തുകൊണ്ടാണ് കേരളത്തിലെ സർക്കാരും കേരളത്തിലെ മന്ത്രിയും അതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാതെ 130 കോടി രൂപ വന്യമൃഗങ്ങളെ ഈ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വരാതിരിക്കുന്ന കാര്യത്തിൽ ഇടപാട് നടത്താതെ കാശ് കളഞ്ഞത്? നിങ്ങൾ നോക്കണം. എന്തായിരുന്നു ഇവർക്ക് പണിയുണ്ടായിരുന്നത്? ആനകളായിക്കോട്ടെ, കാട്ടുപോത്തുകളായിക്കോട്ടെ, പന്നികളായിക്കോട്ടെ, മൃഗങ്ങൾ ഓരോരുത്തരും ജനവാസ മേഖലയിലേക്ക് വന്ന് ഈ സമൂഹത്തെ നശിപ്പിക്കുന്ന ഏറ്റവും പ്രയാസം മലയോര കർഷകർക്കുണ്ടാക്കുന്ന വിഷയത്തിൽ ഇവരുടെ സർക്കാരും ആ ശശീന്ദ്രൻ എന്ന് പറയപ്പെടുന്ന യാതൊരുവിധ കാരണവശാലും അതിൻ്റെ പേരിൽ എന്ത് പ്രയാസം എനിക്ക് അനുഭവിച്ചാലും കുഴപ്പമില്ല, ഒരു ഉപകാരവുമില്ലാത്ത, ഒരു പ്രാപ്തിയുമില്ലാത്ത, ഒരു കഴിവുമില്ലാത്ത ഒരു മന്ത്രി അത് നഷ്ടപ്പെടുത്തിയത് മാതൃഭൂമി തന്നെ റിപ്പോർട്ട് ചെയ്തതല്ലേ. വർഷാവർഷം കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന പൈസയിൽ നിന്ന് 1 രൂപ പോലും അതിന് ചെലവാക്കാതെ നീതികേട് കാണിക്കുന്നതും അഭിലാഷ് കാണുന്നതല്ലേ. പിന്നെ ആര്യാടൻ മുഹമ്മദ് 34 വർഷം അവിടെ MLA ആയിരുന്നിട്ട് ഇന്നും എന്തുകൊണ്ടാണ് നിലമ്പൂർ എന്ന് പറയപ്പെടുന്ന ആ നിയോജക മണ്ഡലം ഏറ്റവും പിന്നോക്കാവസ്ഥയിലേക്ക് വികസനത്തിന്റെ കാര്യത്തിൽ വരുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കണം. ആശുപത്രി ആയിക്കോട്ടെ, വിദ്യാഭ്യാസമായിക്കോട്ടെ, തൊഴിലില്ലായ്മയായിക്കോട്ടെ, റോഡായിക്കോട്ടെ, തോടായിക്കോട്ടെ, പാലമായിക്കോട്ടെ, എല്ലാ മേഖലകളിലും പരിപൂർണമായി പരാജയപ്പെടുന്ന ഒരു നിലമ്പൂരാക്കി മാറ്റിയത് ആര്യാടൻ മുഹമ്മദിന്റെ നെറികെട്ട രാഷ്ട്രീയ സംവിധാനവും അതിനുശേഷം PV അൻവർ എന്ന് പറയപ്പെടുന്ന ഇടതുപക്ഷ രാഷ്ട്രീയം തോളത്ത് വെച്ച് തലയിൽ വെച്ച് കൊണ്ട് നടന്ന ആ വ്യക്തിയും കൂടിയല്ലേ. അപ്പൊ ഇവർ രണ്ടുപേരും ഈ നിലമ്പൂരിലെ ജനങ്ങളെ ചതിച്ചാലോ. 1-ാം പ്രതിയാണ് രാജു പി നായരുടെ പാർട്ടി, 2-ാം പ്രതിയാണ് വസീഫിന്റെ പാർട്ടി. എന്നിട്ട് ഇവർ ജനങ്ങളുടെ മുമ്പിൽ ഈ ചക്കുളത്തി പോരാട്ടം നടത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് പൊതുസമൂഹത്തിനകത്തും ജനങ്ങൾ അത് ചോദിക്കില്ലേ, ജനങ്ങൾ പ്രതികരിക്കില്ലേ? ആ പ്രതികരിക്കുന്ന സമയത്ത് ഇവർ അതിനെ ട്വിസ്റ്റ് ചെയ്തുകൊണ്ട് ഈ ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ ഒക്കെ കൊണ്ടുപോകാൻ ഇവർ ആഗ്രഹിക്കുന്നത്. എന്താണ് ഷൗക്കത്തിന്റെ അഭിപ്രായത്തിൽ പാണക്കാട് തങ്ങന്മാരെ കുറിച്ച് പറഞ്ഞത്? എന്താണ് ആര്യാടൻ മുഹമ്മദ്, ET മുഹമ്മദ് ബഷീറിനെ കുറിച്ച് പറഞ്ഞത്? ആ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കാൻ ഇവർ തയ്യാറുണ്ട്. മുസ്ലിം ലീഗ് നാണമില്ലാതെ ഷൗക്കത്തിന്റെ പിന്നാലെ അങ്ങനെ നടക്കല്ലേ, അവരെ അറസ്റ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അവിടെ കള്ളസ്വാമിമാരെ അറസ്റ്റ് ചെയ്യുന്ന പോലെ പാണക്കാട് തങ്ങന്മാരെ അറസ്റ്റ് ചെയ്യണമെന്നാണ് ഷൗക്കത്ത് പറഞ്ഞത്. ഒന്നാം തരം വർഗീയവാദിയാണ് ET മുഹമ്മദ് ബഷീർ എന്നാണ് ഈ ആര്യാടൻ മുഹമ്മദ് പറഞ്ഞത്. ആ പറഞ്ഞത് കേട്ട് ഒരു നാണവും ഇല്ലാതെ ഷൗക്കത്തിന് വേണ്ടി വോട്ടും പിടിച്ച് നടക്കല്ലേ മുസ്ലിം ലീഗ്? നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പൊ അവിടുത്തെ സാധാരണ ജനങ്ങളുടെ ജാതിയും മതവും വർഗവും വർണ്ണവും തിരിച്ച് MLA ആയി പോകണമെന്നുള്ള ഉദ്ദേശമല്ലാതെ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കും കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്കും ആ നാടിനകത്ത് ഒരു വികസനം വരണമെന്നോ, കുട്ടികൾ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ അവർക്ക് വേണമെന്നോ, അവരുടെ പ്രയാസങ്ങൾ പരിഹരിക്കപ്പെടണമെന്നോ, ആരോഗ്യ മേഖല കൃത്യമാക്കണമെന്നോ ഇവർക്ക് യാതൊരുവിധ കാരണവശാലും ആത്മാർത്ഥമായിട്ട് സ്നേഹമില്ലെന്നേ. നമുക്കൊരു ഇടവേള എടുത്തതിന് ശേഷം മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് വരാം. മാത്രമാണ് ഈ നാട്ടിൽ രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ സാധാരണക്കാർക്ക് എന്നുള്ള പ്രായോഗിക മാറ്റം. ശരി. ശ്രീ വസീഫ്, ഇപ്പോ ഹൈവേയുടെ കാര്യമാവട്ടെ, പെൻഷന്റെ കാര്യമാവട്ടെ, കഴിഞ്ഞ 9 കൊല്ലം കൊണ്ടുള്ള വികസനത്തിന്റെ കാര്യമാവട്ടെ, അതിന് മുമ്പത്തെ 34 കൊല്ലത്തെ വികസനത്തിന്റെ കാര്യമാവട്ടെ, ഇതൊക്കെ ചർച്ച ചെയ്യുന്നത് നല്ലതാണ്. ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നടത്തേണ്ട ചർച്ചയൊക്കെ തന്നെയാണ്, അതിൽ തർക്കമൊന്നുമില്ല. അപ്പോൾ അതിനപ്പുറത്ത് പണ്ട് 15 കൊല്ലം മുമ്പോ 20 കൊല്ലം മുമ്പോ പ്രസംഗിച്ചപ്പോൾ ഒരു വാചകം പറഞ്ഞു, അതല്ലെങ്കിൽ ഒരുമിച്ചിരുന്നപ്പോൾ വേറൊരു വാചകം പറഞ്ഞു എന്നുള്ള മട്ടിൽ ഉള്ള രാഷ്ട്രീയം, പഴയ കൊലപാതകം, ആ ഒരു നിലവാരത്തിലേക്ക് പോകണം. ഒപ്പം മറ്റ് സാമുദായിക വിഷയങ്ങൾ ഞാനത് എണ്ണിപ്പെറുക്കി പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കേണ്ട വിഷയങ്ങൾ ഉന്നയിക്കുക എന്നുള്ളതിനപ്പുറത്ത് ബിലോ ദ ബെൽറ്റ് പഞ്ചുകൾ ഒഴിവാക്കേണ്ടതല്ലേ? ഇവർ ഈ പറയുന്ന ദേശീയ നേതാവുണ്ടല്ലോ, രാജ്യത്ത് കോൺഗ്രസിനെ എങ്ങനെയെങ്കിലും BJPയിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് ഞങ്ങളൊക്കെ സംശയിക്കുക. AAP ഉൾപ്പെടെ അതിൽ നിന്ന് അടർന്നു മാറിപ്പോരുന്നതിൻ്റെ ഒക്കെ ഒരു സാഹചര്യം നമുക്കറിയാം. ആ നേതാവ് ഇവിടെ വന്നിട്ട് പ്രസംഗിച്ചത് നമ്മൾ കേട്ടില്ലേ? ബോധപൂർവം ഈ തെരഞ്ഞെടുപ്പിനെ ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നതിലേക്ക് എത്തിക്കാൻ വേണ്ടിയല്ലേ പരിശ്രമിച്ചത്? ഇവിടെ ഹിന്ദു പത്രം ഉൾപ്പെടെ മാപ്പ് പറഞ്ഞ് അവർ ആ വിഷയം അവസാനിപ്പിച്ച ഒരു സംഗതി എടുത്തിട്ട് ബോധപൂർവമായി ഈ തെരഞ്ഞെടുപ്പിനെ കൊണ്ടുപോയത് ഒരു ധ്രുവീകരണ രാഷ്ട്രീയത്തിലേക്കാണ്. ഞങ്ങളാരും ഇവിടെ തുടക്കം മുതൽ ഈ വിഷയമൊന്നും ഉന്നയിച്ചിട്ടില്ല. മുഖ്യമന്ത്രി ഇവിടെ പ്രസംഗിച്ചു പോയത് നിങ്ങൾ കേട്ടല്ലോ. ഞങ്ങൾ ഒരു ചതി പറഞ്ഞത് അത് അൻവർ ഞങ്ങളോട് ചെയ്ത ചതിയെ ഉദ്ദേശിച്ചാണ് എന്നുള്ള എല്ലാവർക്കും അറിയാം. അത് സ്വാഭാവികമായിട്ടും പറയണം.
അതിൻ്റെ അപ്പുറത്തേക്ക് ഇത് വന്ന് ഇവിടെ ഇതാ മുഖ്യമന്ത്രി ഒരു ജില്ലയെ ആക്ഷേപിച്ചു എന്നൊക്കെ തെറ്റായ ഒരു വ്യാഖ്യാനം കൊടുത്ത് അവതരിപ്പിക്കുക ഒരു ദേശീയ നേതാവ്, അതും വർഗീയതക്കെതിരെ പോരാട്ടം സംഘടിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നേതാവ്. ഈ നേതാവിൻ്റെ യഥാർത്ഥ നേതാവ് ഇവിടെ മത്സരിച്ച സമയത്ത് പച്ചക്കൊടി പോലും ഉയർത്തിപ്പിടിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു ഇവിടെ. ആ മണ്ഡല ഇത് പച്ചക്കൊടി ഉയർത്തിപ്പിടിക്കാൻ പറ്റാത്ത സാഹചര്യം. മലപ്പുറം എന്ന പേര് പോലും ആ നേതാവിൻ്റെ നേതാവ് മത്സരിക്കുന്ന സമയത്ത് ഇവിടെ ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു. അവരുടെ ഒരു കൺവെൻഷന്റെ പേര് വരെ വണ്ടൂർ എന്നാ കൊടുക്കുക. അങ്ങനെ പോലും മലപ്പുറവും മലപ്പുറത്തിന്റെ പ്രാധാന്യവും ഉയർത്തി കാണിക്കാതെ മുസ്ലിം ലീഗ് എന്ന് പറയുമ്പോൾ അത് പച്ചക്കൊടിയാകും, അത് ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ഒരു ചർച്ചയാകും എന്നൊക്കെ കരുതി അത് ഒഴിവാക്കുന്ന തരത്തിലേക്ക് ഇവർ കൊണ്ടുപോയി. ആ നേതാവാണ് ഇവിടെ വന്ന് ബോധപൂർവം ഈ സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്നത്. ആ സമയത്ത് ഞങ്ങൾ ഇത് പറയുന്നത് തെറ്റാണോ? ഞങ്ങൾ സ്വാഭാവികമായിട്ടും പറയണ്ടേ, ഇവിടെ ഒരു മലപ്പുറം ജില്ല രൂപീകരിക്കുന്ന സമയത്ത് ഇത് മിനി പാകിസ്ഥാൻ, കുട്ടി പാകിസ്ഥാൻ ഒക്കെ ആകും എന്ന് പറഞ്ഞ് സത്യാഗ്രഹം ഇരുന്ന അന്നത്തെ കോഴിക്കോടിന്റെ DCC സെക്രട്ടറി ആയിരുന്നു ഈ സാക്ഷാൽ ആര്യാടൻ മുഹമ്മദ്. കോൺഗ്രസിന്റെ നിലപാട് അതായിരുന്നു. മലപ്പുറം ജില്ല എന്ന് പറയുന്നത് ഇതൊരു പാകിസ്ഥാന് സമാനമാകും എന്ന് പറഞ്ഞ ആളാണ്. അപ്പൊ ഞങ്ങൾ അത് സൂചിപ്പിക്കണ്ടേ? ഇതിന് ചരിത്രം പറയണ്ടേ? ചരിത്രത്തിൽ നിന്നുകൊണ്ടല്ലേ നമ്മൾ വർത്തമാനത്തിലേക്ക് പോകേണ്ടത്? അതിനുശേഷം ഇപ്പോ ഈ തൊട്ടടുത്ത് ഈ മത്സരിക്കുന്ന ആള് ഇവിടെ പറഞ്ഞത് നമുക്ക് ഓർമ്മയില്ലേ? ഈ മുസ്ലിം ലീഗിന്റെ ആത്മീയ നേതാക്കന്മാർ, മുസ്ലിം ലീഗിന്റെ മാത്രമല്ല മുസ്ലിം സമുദായത്തിൽ തന്നെ ഒരു വിഭാഗം ആത്മീയ നേതൃത്വമായി കാണുന്ന കൊടപ്പനക്കൽ തറവാടിനെ എത്ര ഹീനമായ വാക്കുകൾ ഉപയോഗിച്ചിട്ട് ആക്ഷേപിച്ചത്. അവിടെ പോലീസിനെ കയറ്റാൻ പറഞ്ഞു. ഞങ്ങൾ ആരെങ്കിലും ഞങ്ങളുടെ ഒരു DYFIയുടെ മേഖലാ സെക്രട്ടറി ആയിരുന്നു അങ്ങനെ പറഞ്ഞത് എങ്കിൽ എന്തായിരിക്കും ഈ കേരളത്തിന്റെ അവസ്ഥ? ഏതൊക്കെ തരത്തിൽ ഇവർ ഇടപെടും? ഏതൊക്കെ തരത്തിൽ ഇവർ മാർച്ചും വലിയ പ്രക്ഷോഭവുമായിട്ട് വരും? ഞങ്ങളുടെ ഒരു DYFIയുടെ മേഖലാ സെക്രട്ടറിയാണ് കൊടപ്പനക്കൽ തറവാട്ടിൽ പോലീസ് കയറി ഈ തങ്ങന്മാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരേണ്ടത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ? നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഞങ്ങൾ അത് മാത്രം തെരഞ്ഞെടുപ്പിൽ വെക്കാനല്ല, ഞങ്ങൾ ഈ മണ്ഡലത്തിൽ 2000 കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ മണ്ഡലത്തിലെ സ്കൂളുകൾ ഞങ്ങൾ പുനർജീവിപ്പിച്ചിട്ടുണ്ട്. UDFന്റെ കാലത്ത് അടച്ചുപൂട്ടാൻ തീരുമാനിച്ചതാണ് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ. ആ അടച്ചുപൂട്ടാൻ തീരുമാനിച്ച 23ഓളം സ്കൂളുകൾക്ക് 43 കോടിയിലധികം രൂപ ഈ മണ്ഡലത്തിൽ ചെലവഴിച്ചിട്ടുണ്ട്. ഈ മണ്ഡലത്തിലെ റോഡുകൾ 80% PWD റോഡുകൾ BMBC നിലവാരത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. മലയോര ഹൈവേ ഈ മണ്ഡലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ മണ്ഡലത്തിൽ പല ഭാഗത്തും മലയോര ഹൈവേ പൂർത്തീകരിച്ചിട്ടുണ്ട്. ശരി, അത്തരം കാര്യങ്ങളൊക്കെ ചർച്ചയാവട്ടെ. ഇവർ ഭരിക്കുന്നിടത്ത് പരമാവധി കുത്തിത്തിരിപ്പിന് ഇവർ മലയോര ഹൈവേയും മറ്റ് വികസനവും ഒക്കെ ചർച്ചയാവട്ടെ. അതിന് UDFന് മറുപടി ഉണ്ടാവും. ശരി, ശ്രീ രാജു പി നായർ കൂടെ നിൽക്കുന്ന ഒരു സമയമില്ല. അതിന് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നാണ്, UDFന്റെ ഭാഗത്തു നിന്നാണ് മറുപടി ഉണ്ട്. ഈ സാമുദായിക വിഷയങ്ങൾ വളരെ സെൻസിറ്റീവായ വിഷയങ്ങളാണ്. ഇപ്പൊ നമുക്കറിയാം വളരെ സാങ്കേതികമായ പെരുന്നാൾ അവധി പോലും വിവാദത്തിലേക്ക് എത്തുന്ന അവസ്ഥയുണ്ട്. അതുപോലെ മലപ്പുറത്തെ എന്തോ പറഞ്ഞു, അല്ലെങ്കിൽ ഒരു ജനസമൂഹത്തെ ആകെ തന്നെ മോശമായി ചിത്രീകരിക്കുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു സെൻസിറ്റീവായ ചർച്ച നടത്തുകയോ ഒക്കെ ചെയ്യുന്നത് ആരോഗ്യകരമല്ലല്ലോ. നിങ്ങൾ വികസനം പറഞ്ഞ് രണ്ടു കൂട്ടരും വോട്ട് പിടിക്കുന്നതല്ലേ നല്ലത്? അഭിലാഷ, ഇവിടെ വികസനവും മറ്റെല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്തു. എന്തായാലും വസീഫിന് കൊടപ്പനക്കൽ തറവാട് ഒരു ആത്മീയ കേന്ദ്രമാണെന്നൊക്കെ ഉള്ള അഭിപ്രായമുള്ളത് നന്നായി. അദ്ദേഹത്തിന്റെ നേതാവ് പിണറായി വിജയൻ അതില്ലായിരുന്നു. ഒരു മാസത്തിന് മുമ്പ് എല്ലാ കാലത്തും അവരുടെ ആത്മീയതയൊന്നും ഞങ്ങൾ എതിർക്കാറില്ല. അല്ലെ അല്ലെ ഞാൻ പറയട്ടെ, വർഗീയ തീവ്രവാദിയാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ എന്നല്ലേ പറഞ്ഞത്? അല്ലെ, ഇപ്പൊ പറയുന്നത് നിങ്ങൾ വർഗീയ തീവ്രവാദ കൊടപ്പനക്കൽ തറവാട് ആത്മീയ കേന്ദ്രമാണെന്ന് പറഞ്ഞത് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ പിണറായി വിജയൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ വർഗീയവാദിയാണെന്ന് പറയുന്നത് വസീഫ് തന്നെ നിരാകരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് സന്തോഷമുണ്ട്. രണ്ടാമത്തെ കാര്യം, അഭിലാഷ്, മറ്റേത് ഒരു സാമുദായിക പ്രശ്നം മാത്രമല്ല. കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രി ഈ നാട്ടിലെ ഒരു ജില്ലയെ മാത്രം അടർത്തിയെടുത്ത് ആ ജില്ലയുടെ കണക്കുകൾ മാത്രം ഭീകരവാദ കേന്ദ്രമായി ചിത്രീകരിക്കാൻ നടത്തുന്ന ശ്രമം, അങ്ങനെ ചിത്രീകരിക്കാൻ നടത്തുന്ന ശ്രമം ആസൂത്രിതമായിരുന്നു. ഹരിയാന തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ രാജ്യത്ത് രണ്ടുപേരും കൂടെ പറയല്ലേ, ആ സംസ്ഥാനത്തിന്റെ ഒരു ജില്ലയെ ഭീകരവാദ ജില്ലയെ ചിത്രീകരിക്കുകയാണ്. പിന്നെ പറയാണ് രാഹുൽ ഗാന്ധി മലപ്പുറം എന്ന് പറയുന്നില്ല,
രാഹുൽ ഗാന്ധിയുടെ നുണ പറയരുത്, വയനാട് നുണ പറയരുത്. മലപ്പുറം മുഴുവനില്ല നുണ പറയരുത്. ഒന്ന് പോയിരുന്ന് പഠിക്കുന്നതൊക്കെ പോയിരുന്ന് പഠിക്ക്. രാഹുൽ ഗാന്ധിയുടെ വയനാട് രണ്ടുപേരും കൂടെ വസീഫെ അദ്ദേഹം രാജു പി നായർ പറയട്ടെ, രണ്ടുപേരും കൂടെ പറയല്ലേ. വസീഫ് രാജു പി നായർ പറയട്ടെ. മലപ്പുറത്തെ നിങ്ങളുടെ ദേശീയ നേതാവാണ് വർഗീയത പറഞ്ഞ് മലപ്പുറം ഇവിടെ ഈ നാടിനകത്ത് ഞങ്ങൾ ധ്രുവീകരണം വയനാട് പാർലമെന്റ് എന്നാണ് പറയുന്നത്. രാജു പി നായർ പറയട്ടെ. ഇപ്പോ വസീഫ് കേൾക്കൂ, താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വീണ്ടും എടുത്ത് മുഖ്യമന്ത്രി ആക്ഷേപിക്കാൻ ഞങ്ങൾ ഒരു നാടിനെ ആക്ഷേപിക്കാൻ നിങ്ങൾ ബോധപൂർവ്വമായി ഇടപെടുക. മനുഷ്യരെ ഭീകരവാദികളെ ചിത്രീകരിക്കുന്ന, അവരെ അപരവൽക്കരിക്കുന്ന, അവരെ RSSന്റെ രാഷ്ട്രീയത്തിന് എറിഞ്ഞു കൊടുക്കുന്ന പിണറായി വിജയന്റെ രാഷ്ട്രീയത്തെ തീവ്രവാദിയാണ്. ഞങ്ങൾ ചോദ്യം ചെയ്യും. ഒന്നാം നമ്പർ വർഗീയവാദിയാണ്. ആ ചോദ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ഈ വർഗീയവാദിയാണ്. ഈ നാടിനെ നാടിന്റെ മനുഷ്യരെ, ഈ നാട്ടിലെ മനുഷ്യരെ ഇല്ലാതെയാക്കാൻ പിണറായി വിജയൻ എന്ന് പറയുന്ന ഫാസിസ്റ്റിനെ ഞങ്ങൾ അനുവദിക്കില്ല. ശരി, ശരി, ശരി. ഞാൻ ചോദിക്കട്ടെ, പിണറായി വിജയൻ പറഞ്ഞ അന്നത്തെ ഹിന്ദു ദിനപത്രത്തിന്റെ കേസ് ഇതുവരെ ഇത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഒരു PR സെക്കൻഡ്. ഏജൻസിയെ കൊണ്ട് ഒരു നാടിനെ പറഞ്ഞു പോകാൻ നിങ്ങൾ അനുവദിക്കരുത്. അല്ലല്ല, നിങ്ങൾ രണ്ടുപേരും അല്ലേ പറയുന്നത്, ഇതിപ്പോ ഒരാൾ മാത്രമല്ലല്ലോ. അവസാനം വന്ന് നുണ പറഞ്ഞു പോകാൻ ഹിന്ദു ദിനപത്രം തന്നെ അതിന് കറക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിണറായി വിജയൻ അല്ല പറഞ്ഞത്, പിന്നീട് ഒരു അഭിലാഷേ പറയാൻ അനുവദിക്കണം. വഴിക്കടവ് പഞ്ചായത്തിലെ രാജു പി നായർ വസീഫിന് മറുപടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്ന ജനങ്ങൾ കേൾക്കുന്നതുകൊണ്ട് ഒച്ചെടുക്കും. വസീഫ് ഒച്ചെടുത്തോ? വസീഫ് ഒച്ചെടുത്തുകൊണ്ട് പറയണം. ഇവിടെ വന്യജീവി ആക്രമണം നടത്താൻ അദ്ദേഹത്തിന്റെ ഒരു വാചകം എനിക്ക് സമയമില്ല. ഇവിടെ ഞാൻ ഉന്നയിച്ച വന്യജീവി സംഘർഷത്തിൽ മനുഷ്യരെ സംരക്ഷിക്കാൻ വളരെ വളരെ വാശിയേറിയ തെരഞ്ഞെടുപ്പാണ്. സ്വാഭാവികമായി നമ്മൾ ഇതൊക്കെ പ്രതീക്ഷിക്കണം. ഇതിനകത്ത് നിന്ന് ജനങ്ങൾക്ക് മനസ്സിലാവുന്നത് പോലെ വസ്തുത പറഞ്ഞു കൊടുക്കൽ വലിയ ബുദ്ധിമുട്ടുമാണ്. ഞാൻ മൂന്ന് പേർക്കും നന്ദി പറയാണ്. സൂപ്പർ പ്രൈം ഡേ അവസാനിക്കുകയാണ്. സ്വാഭാവികമായും വീറും വാശിയും നിലനിർത്തണം. അപ്പോൾ തന്നെയും ആരോഗ്യകരമായി ജനങ്ങൾക്ക് വസ്തുതകൾ ഓരോന്നായും മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിൽ സ്പോക്സ് പേഴ്സൺസ് വിശദീകരിച്ചു കൊടുത്താൽ അത്രയും നന്നായി എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. എന്തായാലും സൂപ്പർ പ്രൈം ഡേ അവസാനിച്ചു. നമസ്കാരം.